നമുക്കതിനെ അതിശയം വരും. കാരണം ഇത് തിരുവനന്തപുരത്താണോ അതുപോലുള്ള മാറ്റങ്ങൾ തിരുവനന്തപുരത്ത് വരാൻ പോവുക. സോ വി വിൽ ബി ദ റൈസിങ് സിറ്റി ഓഫ് ദ സൗത്ത്. ഈ സെൻട്രൽ ജയിൽ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലം 45-50 ഏക്കറാണ്. ഈ 50 ഏക്കർ തുറന്ന് സിറ്റിയുടെ ലങ്സ് ആക്കിയിട്ട് അതൊരു സിറ്റിയുടെ ലങ് സ്പേസ് ആക്കി സിറ്റി സ്ക്വയർ ആക്കിക്കൂടെ? തിരുവനന്തപുരത്ത് വരാൻ പോകുന്ന ഒരു മെട്രോ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയുള്ള മെട്രോ ആയിരിക്കും. കൂടാതെ ആ മെട്രോന് ഹൈബ്രിഡ് മെട്രോ തന്നെ ആയിരിക്കും. അനന്ത എന്ന പേരിട്ടിട്ട് കൊണ്ടുവന്നിരിക്കുന്ന എയർപോർട്ട് അത് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി വൺ ഓഫ് ദ ബെസ്റ്റ് എയർപോർട്ട്സ് ഇൻ ദ കൺട്രി. വിഴിഞ്ഞം പോർട്ട് അന്ന് വന്നിരുന്നെങ്കിൽ തിരുവനന്തപുരം ഒരു സിംഗപ്പൂറായി മാറിയാണ്. ഈ പോർട്ട് ഈസ് ഗോയിങ് ടു ബി എ വെരി മേജർ മണി സ്പിന്നർ. ദി സ്പേസ് പാർക്ക് ഈസ് ഗോയിങ് ടു ബി വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഐ വിൽ സേ ഡെവലപ്മെൻറ്റ് ഫോർ ദ സിറ്റി. കെ റെയിൽ പ്രോജക്റ്റിനെ പറ്റി പറയുമ്പം people are discomfortable about it. We will be able to travel from Trivandrum to Kasaragod in 4 hours. അപ്പോൾ ആൾക്കാർ ചോദിച്ചു തിരുവനന്തപുരം കാസർഗോഡ് പോയിട്ട് ബിരിയാണി കഴിക്കാനാണോ എന്ന് ചോദിച്ചു. എന്നിട്ട് രാവിലെ ഇവിടെ ഇടിച്ച് നേരെ കൊച്ചി 2 മണിക്കൂർ ആകുമ്പം കൊച്ചി എത്തുന്നു, ജോലി കഴിഞ്ഞ് തിരിച്ചു. അപ്പോൾ ട്രിവാൻഡ്രം വിൽ ബിക്കം ദ ഹബ് ഓഫ് റെസിഡൻഷ്യൽ ആക്ടിവിറ്റി ഫ്രോം ദ സീ ടു ദ മൗണ്ടൻ. ഇൻ ബിറ്റ്വീൻ കാണേണ്ട എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. ദ എയർപോർട്ട് ഈസ് ഇൻ ദ ഹാർട്ട് ഓഫ് ദ സിറ്റി. വി ഹാവ് എ മ്യൂസിയം ഇൻ ദ ഹാർട്ട് ഓഫ് ദ സിറ്റി. വി ഹാവ് ഗോട്ട് എ സൂ ഇൻ ദ ഹാർട്ട് ഓഫ് ദ സിറ്റി. അപ്പോൾ ഈ ഫീച്ചേഴ്സൊക്കെ നമുക്ക് സിറ്റിയുടെ ഒരു USP ആണ്. ഇപ്പോൾ ലുലു മാളിൽ ഇപ്പം 6 കോടി ആൾക്കാർ വിസിറ്റ് ചെയ്യുമെന്ന് പറയുന്നു. പിന്നെ ഞാൻ 50 ലക്ഷം പേര് ഒരു മാസം, ഏകദേശം 1-1.5 ലക്ഷം പേര് പെർ ഡേ. ഞാൻ കൊച്ചിയിലൊരു സാധനം ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ. ഞാൻ ചോദിച്ചത് എന്താണ്, ഹൈക്കോടതി അവിടെ ഇരിക്കട്ടെ, തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് തരൂ. നമുക്ക് ബെഞ്ച് ഉണ്ടായിരുന്നല്ലോ. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സിറ്റി ടു സ്റ്റേ, ടു റിസൈഡ്, ടു വർക്ക്, ഇറ്റ് ഷുഡ് ബി ട്രിവാൻഡ്രം. ദ പെർസ്പെക്റ്റീവിൽ ഇന്ന് നമുക്കൊപ്പം തിരുവനന്തപുരം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ്, കേരള ഒളിമ്പിക് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ്, കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ തുടങ്ങി വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന, അതിലും മേലെ തിരുവനന്തപുരത്തെ, അതിൻ്റെ വികസനത്തെ ഒരു വികാരമായി ചേർത്ത് പിടിക്കുന്ന ഒരാൾ, SN രഘുചന്ദ്രൻ നായർ. അടുത്തൊരു ദശാബ്ദത്തിൽ തിരുവനന്തപുരം പല മേഖലകളിൽ എങ്ങനെയായി തീരണം? ഈ കാതലായ ചോദ്യത്തിൽ ഊന്നി നിന്ന് നമുക്ക് ഈ പോഡ്കാസ്റ്റിലേക്ക് കടക്കാം. സ്വാഗതം സർ. നമ്മൾ തിരുവനന്തപുരത്തെ പറ്റി പറഞ്ഞു കേട്ടിട്ടുള്ള ചില പദ്ധതികൾ, നിലവിൽ വന്നു കഴിഞ്ഞ ചില പദ്ധതികൾ, അവ എവിടെ എത്തി നിൽക്കുന്നു, അവയുടെ ഭാവി സർ എങ്ങനെ കാണുന്നു എന്നറിഞ്ഞാൽ കൊള്ളുന്നുണ്ട്. ഒന്നാമതായി വിഴിഞ്ഞം പോർട്ട്. വിഴിഞ്ഞം പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കേണ്ടത് 1940-ലൊക്കെ നമ്മൾ ചിന്തിച്ച ഒരു പോർട്ടാണ്. ആ പോർട്ട് യാഥാർത്ഥ്യമായത് എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ്. നമ്മൾ ആ വിഴിഞ്ഞം പോർട്ട് അന്ന് വന്നിരുന്നെങ്കിൽ തിരുവനന്തപുരം ഒരു സിംഗപ്പൂറായി മാറിയാണ്. അതാണ് സത്യം. ദാറ്റ് മീൻസ് ഇന്ന് സിംഗപ്പൂർ ആവത്തില്ലാണല്ലോ, ആവും. ഇപ്പം വിഴിഞ്ഞം പോർട്ടിൻ്റെ ആക്ടിവിറ്റി വെച്ച് നോക്കുമ്പം നമ്മൾ ഗേറ്റ് വേ കാർഗോ ഈ വരുന്ന നവംബർ മാസം തുടങ്ങിക്കഴിഞ്ഞാൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് കാർഗോ മൂവ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ ക്രൂയിസ് ടെർമിനൽസ് വരും. അങ്ങനെ ഓരോ ആക്ടിവിറ്റി നമ്മളിപ്പോൾ ഇന്ന് ജബലാലി പോർട്ടിൽ കാണുന്നതും മേ ബി ഈവൻ സിംഗപ്പൂർ പോർട്ടിൽ കാണുന്ന എല്ലാ ആക്ടിവിറ്റീസും തിരുവനന്തപുരത്തുണ്ടാവും. എനിക്ക് തോന്നുന്നൊരു 10 വർഷം കഴിഞ്ഞ ഒരു 20 വർഷം കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പം ഇത് തിരുവനന്തപുരം ആണോ എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു നമുക്കതിനെ അതിശയം വരും. കാരണം ഇത് തിരുവനന്തപുരത്താണോ അതുപോലുള്ള മാറ്റങ്ങൾ തിരുവനന്തപുരത്ത് വരാൻ പോവുക. സോ വി വിൽ ബി ദ റൈസിങ് സിറ്റി ഓഫ് ദ സൗത്ത്. അതെനിക്ക് നല്ല വിശ്വാസം, അത് അങ്ങനെ വരുള്ളൂ. ലുലു മാൾ. ലുലു മാൾ ഓൾറെഡി നല്ല റെക്കോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മോളാണ്. 25 ഏക്കറും ഒരു 20 ലക്ഷം സ്ക്വയർ ഫീറ്റുള്ള ഒരു മോളാണ്. ലുലു മാളിന് ഇപ്പോഴത്തെ ഫുട്ഫോൾസ് ബേസ് ചെയ്ത് നോക്കുമ്പം ഫുട്ഫോൾസ് കൂടുകയേ ഉള്ളൂ. കാരണം ഇവിടെ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ വരുമ്പം ആൾക്കാർക്ക് പോകേണ്ട ഒരു സ്ഥലമാണ്. 12ഓളം മൾട്ടിപ്ലെക്സ് തിയേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസും ഒരു മോളിൽ തന്നെ പോയാൽ നമുക്ക് കിട്ടുന്ന ഒരു ആക്ടിവിറ്റി. ഇനി ലുലു മോളിന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, ഹൈ വാല്യൂ പ്രോഡക്ട്സ് ആയിരിക്കും ഇനി വരാൻ പോകുന്നത്, ലക്ഷറി പ്രോഡക്ട്സ്. അത് നമുക്ക് ഇതുവരെ തിരുവനന്തപുരം ലുലു മോളിൽ വന്നിട്ടില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ദുബായ് മോളിൽ പോയാൽ, ദുബായിൽ ആ മോളിൻ്റെ ഒരു വിങ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഹൈ വാല്യൂ പ്രോഡക്ട്സ്. അപ്പോൾ ഹൈ വാല്യൂ പ്രോഡക്ട്സ് ഇവിടെ വരാത്ത എന്തെന്ന് പറഞ്ഞാൽ ആ വാല്യൂ പ്രോഡക്ട്സ് തിരുവനന്തപുരത്ത് പോകത്തില്ല എന്നുള്ളൊരു ഫീലിംഗാണ്. പക്ഷേ ഇന്ന് ഹൈ വാല്യൂ കാർസ് പോകാൻ തുടങ്ങി, ലക്ഷറി കാർസിൻ്റെ മൂവ്മെൻറ്റ് തുടങ്ങി. അപ്പോൾ ഇത് അഫോർഡ് ചെയ്യാനുള്ളൊരു ക്രൗഡ് ഇവിടെ ഉണ്ട്. ഡിസ്പോസിബിൾ ഇൻകം കൂടിയിട്ടുണ്ട്. 100% എനിക്ക് തോന്നുന്നത് ശ്രീ യൂസഫ് അലി ഇൻ ദ കമ്മിങ് ഇയേഴ്സ് അതിനൊരു പ്രത്യേക ഒരു വിങ് അതിന് എക്സ്റ്റൻഷൻ കൊടുത്തിട്ട് ഹൈ വാല്യൂ പ്രോഡക്ട്സ് ലൈക്ക് ഒമേഗ ഓർ മേ ബി ലൂയി വൂട്ടൺ അങ്ങനെയുള്ള ഒരു ബ്രാൻഡഡ് പ്രോഡക്ട്സിൽ കൊണ്ടുവരുന്ന ഒരു മോളായി മാറും. ആൻഡ് ദാറ്റ് വിൽ ബി ഓൾസോ എ വെരി ഇമ്പോർട്ടൻറ്റ്. കാര്യം ഒരു സിറ്റിക്കകത്തുള്ള ഒരു സിറ്റിയിൽ വരുമ്പം
ആൾക്കാർ വരുമ്പം വാട്ട് ആർ ദ ഹൈ വാല്യൂ പ്രോഡക്ട്സ് യു ഹാവ് ഇൻ ദിസ് ടൗൺ എന്ന് പറയുമ്പം അത് ലുലുവിലുണ്ട്, തിരുവനന്തപുരത്തുണ്ടെന്ന് പറയുന്നത് ആയിരിക്കും നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം. അതായിരിക്കും ഇനി നെക്സ്റ്റ് ലെവൽ ഓഫ് ഗ്രോത്ത് ഇസ് കമ്മിങ് ഇൻ ലുലു മോൾ വിൽ ബി ദാറ്റ് ഏരിയ. ഒരുപാട് പേര് അറിയാൻ കാത്തിരിക്കുന്ന തിരുവനന്തപുരം മെട്രോ എന്തായാലും അടുത്ത ഈ വന്നിരിക്കുന്ന ഇപ്പം ഈ ഇലക്ഷൻ കഴിയുമ്പം തന്നെ, ഇലക്ഷൻ മുമ്പ് തന്നെ മെട്രോയുടെ ഒരു ഡിസിഷൻ ഉണ്ടാവും. നമ്മൾ അലൈൻമെൻറ്റിൻ്റെ കാര്യം വിടുക. കാരണം അലൈൻമെൻറ്റ് എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ട്. അപ്പം എൻ്റെ ഒപ്പീനിയൻ അല്ല വേറെ ആളുടെ ഒപ്പീനിയൻ, ബട്ട് അൾട്ടിമേറ്റ്ലി മെട്രോ ഹാസ് ടു കം. ഇപ്പം മെട്രോ വരുമ്പം നമ്മൾ മെയിനായിട്ട് ഇൻറ്റൻഷൻ എന്തുവാണ്? മെട്രോ വരുമ്പം റൈഡർഷിപ്പ് കൂടുക, നമ്മൾ റോഡിൽ ഇറങ്ങുന്ന വാഹനങ്ങൾ കുറയ്ക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പം പൊല്യൂഷൻസ് കുറയുന്നു, എയർ ക്വാളിറ്റി കൂടുന്നു. അപ്പോൾ മെട്രോ വിൽ ബി വൺ ഓഫ് ദി മെയിൻ തിങ് ഫോർ ട്രാൻസിറ്റിങ്. കാര്യം നമുക്ക് ഒരു കാർ ഇരുന്നവരടുത്ത് 1 മണിക്കൂർ എടുക്കുന്നിടത്ത് മെട്രോ 15 മിനിറ്റ് കൊണ്ട് എത്തും. സോ മെട്രോ എന്തായാലും എനിക്ക് തോന്നുന്നു അടുത്ത 5 വർഷത്തെ മെട്രോ ഒരു യാഥാർത്ഥ്യമായി മാറും. ഇറ്റ് മേ ടേക്ക് ലോങ്കർ ബിക്കോസ് ലാൻഡ് അക്വിസിഷൻ ഉണ്ടെങ്കിൽ അത് വരും. പിന്നെ ഒരു മെട്രോ പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള സമയമുണ്ട്. നമ്മളിവിടെ ഏത് പ്രോജക്റ്റ് 5 വർഷം എന്ന് പറഞ്ഞാൽ ഒരു 10 വർഷം പിടിക്കും. എന്നാലും ബാക്കിയുള്ള സിറ്റിയേക്കാളും തിരുവനന്തപുരത്ത് വരാൻ പോകുന്ന ഒരു മെട്രോ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയുള്ള മെട്രോ ആയിരിക്കും. കൂടാതെ ആ മെട്രോന് ഹൈബ്രിഡ് മെട്രോ തന്നെ ആയിരിക്കും, എലിവേറ്റഡ് പ്ലസ് അണ്ടർഗ്രൗണ്ട്. ഇതാണ് നമ്മൾ കാണുന്നത്. ആൻഡ് ദാറ്റ് വിൽ ബി എ ഡിഫറെൻറ്റ് തിങ്. നമ്മൾ മെട്രോ, ഞാൻ കാണുന്ന മെട്രോ ആറ്റിങ്ങൽ ടു നെയ്യാറ്റിൻകരയാണ് അൾട്ടിമേറ്റ്ലി. ബിക്കോസ് ദിസ് ഷുഡ് ബി ദ മെട്രോ കണക്റ്റിംഗ് ഫ്രം ആറ്റിങ്ങൽ ടു നെയ്യാറ്റിൻകര, കണക്റ്റിംഗ് ടു വിഴിഞ്ഞം. അപ്പോൾ നമ്മൾ വിഴിഞ്ഞം എന്ന് പറയുമ്പം ഇറ്റ് കണക്ട്സ് റെയിൽവേ സ്റ്റേഷൻ, വേളി റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട്, മൊബിലിറ്റി ഹബ്ബായി മാറുന്ന ഒരു മൊബിലിറ്റി ഹബിൻ്റെ വൺ ഓഫ് ദി ഇൻഗ്രീഡിയൻസ് ആയിരിക്കും മെട്രോ. അതേപോലെ ഈ മെട്രോ വിൽ ബി കവറിങ് ദ അതർ പാർട്സ് ഓഫ് ദ സിറ്റി. നമുക്കപ്പം ആക്ച്വലി ദ റിയൽ മെട്രോ ഷുഡ് ബി ഫ്രം ആറ്റിങ്ങൽ ടു നെയ്യാറ്റിൻകര. ദാറ്റ് വിൽ കവർ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ട്രാവലിംഗ് ഫ്രം വൺ എൻഡ് ടു ദി അതർ എൻഡ്. നമുക്ക് പരിചയമുള്ള മെട്രോ കൊച്ചി മെട്രോ ആണ്. അപ്പോൾ കൊച്ചി മെട്രോയിൽ നിന്നും വരാനിരിക്കുന്ന തിരുവനന്തപുരം മെട്രോ എങ്ങനെ വ്യത്യാസപ്പെടുമെന്ന് തോന്നുന്നു? കൊച്ചിൻ മെട്രോയും നമ്മുടെ മെട്രോ ആയിട്ട് വ്യത്യാസമൊന്നുമില്ല. ബിക്കോസ് ആദ്യം എല്ലാവരും ലൈറ്റ് മെട്രോ അല്ലെങ്കിൽ മീഡിയം മെട്രോ എന്ന് പറഞ്ഞാൽ ഒരു മെട്രോ ആണ് വി ആർ ടോക്കിംഗ് അബൌട്ട്. അപ്പോൾ ആ മെട്രോ വിൽ നോട്ട് ബി ഡിഫറെൻറ്റ്. മേ ബി അന്ന് വരുന്ന ടെക്നോളജി വ്യത്യാസം വരും. കാര്യം നമ്മളിപ്പോൾ എത്രയോ വർഷം കഴിഞ്ഞായിരിക്കും നമ്മൾ മെട്രോ വരുന്നത്. അപ്പം അന്ന് ടെക്നോളജി ഇവോൾവ് ചെയ്ത് വരുമ്പം ചിലപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു പ്രോഡക്റ്റ് ഫാർ ബെറ്റർ ദാൻ കൊച്ചിൻ പ്രോഡക്റ്റ് ആയിരിക്കും. അതിൽ വ്യത്യാസം വന്നില്ല, വരാനും പോകുന്നില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ കൊച്ചിയിൽ കണ്ടിരിക്കുന്ന പ്രോബ്ലംസ് ഇവിടെ വരാതിരിക്കണമെന്നുള്ളതാണ് എൻ്റെ പോയിൻറ്റ്. കൊച്ചിയിൽ മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് പാർക്കിംഗ് ഏരിയ ഇല്ല. അപ്പോൾ ആൾക്കാർ എന്തിനാണ് മെട്രോ ഉപയോഗിക്കുന്നത്? മെട്രോ യൂസ് ചെയ്യുന്നവർ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് മെട്രോയിൽ കയറിയിട്ട് വേറെ സ്ഥലത്ത് പോയി തിരിച്ചു വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോവുക. അവിടെ അതിൻ്റെ ഒരു കുറവുണ്ട്. ആ കുറവ് തീർച്ചയായിട്ടും ഈ തിരുവനന്തപുരത്ത് വരുന്ന മെട്രോയ്ക്ക് അങ്ങനെ ഒരു കുറവ് ഇല്ലായിരിക്കണമെന്നുള്ളതാണ്. സോ അതിനുള്ള പ്ലാനിങ് പ്രോസസ്സിൻ്റെ അകത്ത് പാർക്കിംഗ് റിക്വയർമെൻറ്റ്സ് കൂടെ മനസ്സിലാക്കിക്കൊണ്ട് ആയിരിക്കണം മെട്രോ വരേണ്ടത്. അതെനിക്ക് തോന്നുന്നത് അത് ഇപ്പോഴത്തെ മെട്രോയ്ക്കകത്ത് പ്രോജക്റ്റ് റിപ്പോർട്ടിനകത്ത് അത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ സർ പറഞ്ഞു കേട്ടിട്ടുണ്ട് സൗത്ത് ഇന്ത്യയിലെ തന്നെ എമേർജിംഗ് ആയിട്ടുള്ള ഒരു എയർപോർട്ടായി നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ട് മാറാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത. എത്രയാണ് യാഥാർത്ഥ്യം? അതെവിടെ നിൽക്കുന്നു? എമേർജിംഗ് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് എ സബ്ജക്റ്റീവ് തിങ്. ഇപ്പം നമുക്ക് എമർജിങ് ആയിട്ട് തോന്നുന്ന ഒരു സാധനം ആവത്തില്ല മറ്റവരുടെ ഇത്. പക്ഷെ നമ്മുടെ എയർപോർട്ട് ഇവർ അനന്തയാണ് അവർ എയർപോർട്ടിന് ഇട്ടിരിക്കുന്ന പേര്. ആ റിനോവേറ്റഡ് ആയിട്ടും വരാം. നമുക്കിപ്പം ഇത് ആക്ച്വലി നമ്മൾ മനസ്സിലാക്കണം, തിരുവനന്തപുരം എയർപോർട്ട് ഒരു ബ്രൗൺ ഫീൽഡ് എയർപോർട്ടാണ്, നോട്ട് എ ഗ്രീൻ ഫീൽഡ്. സോ ഒരു എക്സിസ്റ്റിംഗ് എയർപോർട്ടിൻ്റെ ലെഗസി, മോശമായിട്ടുള്ള ലെഗസിയെ ഇൻഹെറിറ്റ് ചെയ്തിട്ടാണ് അദാനിക്കാർ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അദാനിക്കാർ വന്നിട്ട് എന്ത് സംഭവിച്ചു, ഒന്നും നടക്കുന്നില്ലല്ലോ. പക്ഷെ ആൾക്കാർ മനസ്സിലാക്കാത്തത് നമ്മളൊരു സാധനം ഇൻഹെറിറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ അതിനെ പഴയ ഒരാൾക്കാർ നടത്തിക്കൊണ്ടിരുന്ന സാധനത്തെ ഏറ്റെടുത്ത് അതിനെ പുതുക്കിയെടുക്കണമെങ്കിൽ ഒരു പഴയ വീട് എടുത്തിട്ട് നമ്മളൊരു പുതിയ വീട് പണിയുന്നതിന് തുല്യമാണ്, സമയമെടുക്കുന്ന ജോലിയാണ്. ദ മണി സ്പെൻഡ് ഈസ് ഓൾസോ ഹൈ. മാത്രമല്ല ഈ എയർപോർട്ടിന് നമുക്ക് ഭൂമിയില്ല. നമുക്ക് തിരുവനന്തപുരത്ത് 628 ഏക്കറേ ഉള്ളൂ. ഇനി ഒരു 18 ഏക്കർ കൂടെ അക്വയർ ചെയ്യേണ്ടി വരും. അത് നേരത്തെ നോക്കി വെച്ചു. പക്ഷേ അതിനും തടസ്സങ്ങളുണ്ട്. പക്ഷെ അത് എനിക്ക് തോന്നുന്ന ആ തടസ്സം നീക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ എത്തിയിട്ടുണ്ട്. കൂടാതെ ഒരു 10-12 ഏക്കർ നമ്മൾ ഓൾ സയൻസ് കോളേജിൻ്റെ സൈഡിൽ സർക്കാർ തന്നെ ഇപ്പോൾ അനുവാദം കൊടുത്ത് വന്നുകൊണ്ടിരിക്കുക. അത് വരുമ്പോൾ ആണ് നമുക്ക് ഈ സിവിൽ ഏവിയേഷൻ റൂൾ പ്രകാരം നമുക്ക് ലൈസൻസ് വേണം. എയർപോർട്ടിൻ്റെ നമ്മുടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എയർപോർട്ട് ഇപ്പോൾ ഒരു ടെമ്പററി ലൈസൻസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സിവിൽ ഏവിയേഷൻ നമുക്ക് തന്നിരിക്കുന്ന ലൈസൻസ് പ്രകാരം
നമുക്ക് കുറേ കാര്യം കംപ്ലൈ ചെയ്യാനുണ്ട്. അതിൽ റൺവേ ആൻഡ് സേഫ്റ്റി ഏരിയ റെസ എന്ന് പറയും, പാരൽ ടാക്സി വേ വേണം. അപ്പോൾ ഇത് കംപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പെർമനൻറ്റ് ലൈസൻസായി. അല്ലെങ്കിൽ നാളെ നമ്മൾ എയർപോർട്ട് ഡൗൺഗ്രേഡ് ചെയ്യപ്പെടും. ഡൗൺഗ്രേഡ് ചെയ്യുമ്പം നമുക്ക് വലിയ വലിയ എയർക്രാഫ്റ്റ് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതി വരും. സോ അത് അടിയന്തരമായിട്ട് ഇപ്പോൾ ചെയ്യണമെന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടു. സർക്കാർ അതിന് വേണ്ടി നടപടിയെടുത്തു. പക്ഷേ ഇതൊന്നും ഇല്ലാതെ തന്നെ പുതിയ എയർപോർട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് 18 acres ഇല്ലാതെ തന്നെ പുതിയ ഡിസൈൻ വെച്ചിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് എയർപോർട്ടാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഏറ്റവും നല്ല രീതിയിൽ സ്പേസ് യൂട്ടിലൈസേഷൻ പ്ലാൻ ചെയ്ത് അനന്ത എന്ന പേരിട്ടിട്ട് കൊണ്ടുവന്നിരിക്കുന്ന എയർപോർട്ട്. അത് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി വൺ ഓഫ് ദ ബെസ്റ്റ് എയർപോർട്ട്സ് ഇൻ ദ കൺട്രി എന്നുള്ളതാണ് നമ്മളിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അത് ഇനി ഒരു 3-4 വർഷത്തിനത് പൂർത്തീകരിക്കുന്നതായിരിക്കും. സർ, എയർപോർട്ട് വികസനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബ്രഹ്മോസ് മാറ്റി സ്ഥാപിക്കുകയാണെങ്കിൽ അത് തിരുവനന്തപുരത്ത് തന്നെയായിരിക്കും. ബ്രഹ്മോസിൻ്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ വന്നത് ഇടയ്ക്ക് ബ്രഹ്മോസ് തിരുവനന്തപുരത്ത് എടുത്തുകൊണ്ട് പോകാൻ പോകുന്നുള്ള ഇതുണ്ട്. ബ്രഹ്മോസിൻ്റെ ഫുൾ ബ്രഹ്മോസ് പോകുന്നില്ല. ആക്ച്വലി ബ്രഹ്മോസിൻ്റെ ഒരു പാർട്ട് ഓഫ് ദ ലാൻഡേ പോകുന്നുള്ളൂ. പക്ഷേ ബ്രഹ്മോസിനുള്ള ലാൻഡ് തിരുവനന്തപുരത്തുണ്ട്. പക്ഷേ ഇവിടെ ഉള്ള പ്രോബ്ലം എന്താണെന്നറിയാം, നമ്മളെപ്പോഴും കാണുന്ന ഒരു കാര്യം, നമ്മൾ സർക്കാരിനകത്ത് ഭൂമി ചോദിക്കുമ്പോൾ ഭൂമി ഇല്ലയെന്ന് പറയും. തിരുവനന്തപുരത്തുള്ള പല പദ്ധതികളും കൊച്ചിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഭൂമിയിൽ എന്തെങ്കിലും റീസൺ പറഞ്ഞു. നമ്മൾ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇവിടുന്ന് തിരുവനന്തപുരത്തായിരുന്നു, അത് ഇവിടുന്ന് കൊണ്ടുപോയി. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ കാണുമ്പം ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പം ഗവൺമെൻറ് ഇമ്മീഡിയറ്റായിട്ട് സ്റ്റെപ്പ് ഇൻ ചെയ്ത് നമുക്കിത് കൊച്ചി കൊണ്ടുപോകാം, അല്ലെങ്കിൽ ആരാ ഇത് ലോബി ചെയ്യുന്ന അവർ കൊണ്ടുപോകും. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ബ്രഹ്മോസ് ഇവിടുന്ന് പോകാൻ പോകുന്നതിനുള്ള ഒരു ന്യൂസ് കിട്ടി. ബട്ട് വി ആർ വെരി ക്ലിയർ ദാറ്റ് ബ്രഹ്മോസ് വിൽ ബി ഇൻ ട്രിവാൻഡ്രം, ദർ ഇസ് നോ ഡൗട്ട്. ബ്രഹ്മോസ് ആക്ച്വലി വിതുര പോലെയുള്ള സ്ഥലത്തൊക്കെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ലാൻഡ് ഉണ്ട്. ഒരു പ്രോബ്ലം കാര്യം ബ്രഹ്മോസ് ഈസ് ഓൾസോ ഇസ് എ പാർട്ട് ഓഫ് ദ സ്പേസ് ടെക്നോളജി. കാര്യം നമ്മൾ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഇവിടെ ഉണ്ട്, ഇസ്രോ ആൻഡ് VSSC, ഇതെല്ലാം ഇവിടെ ഉള്ള സമയത്ത് ആൻഡ് ഐ തിങ്ക് DRDO ഇസ് ഓൺലി റൈറ്റ് ടു ഹാവ് എ ബ്രഹ്മോസ് ലൊക്കേറ്റ് ഇൻ ട്രിവാൻഡ്രം. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല. ബട്ട് വി ഓൺലി ഫിയർ ദാറ്റ് നമുക്ക് എപ്പോഴും പറ്റുന്ന ഒരു കാര്യം ഇത് പോയി കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അറിയുന്നത്. അപ്പോൾ വി ആർ ഓൾറെഡി വിജിലൻ്റാണ്, ട്രിവാൻഡ്രത്തുള്ള ആൾക്കാർ വിജിലൻ്റാണ്. വി ആൾ കീപ്പിംഗ് എ വാച്ച്. സർ, അതുപോലെ തന്നെ സ്പേസ് പാർക്ക് വരാൻ പോകുന്നു എന്നുള്ള വാർത്ത കേട്ടിരുന്നു, അത് ഏതുവരെ എത്തി? സ്പേസ് പാർക്ക് ആയിക്കഴിഞ്ഞല്ലോ. സ്പേസ് പാർക്ക് പള്ളിപ്പുറത്ത് നമ്മൾ ടെക്നോ സിറ്റിയിൽ സ്പേസ് പാർക്ക് വന്നു. ഇറ്റ്സ് ഓൾറെഡി ദയർ. ബട്ട് ദി ഗോയിങ് ടു അക്വയർ മോർ ലാൻഡ് ഇൻ വിതുര. ആ സ്പേസ് പാർക്ക് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ദി സ്പേസ് ടെക്നോളജി ഇസ് ഗെറ്റിംഗ് പ്രൈവറ്റൈസ്. കാരണം പ്രൈവറ്റൈസ് ചെയ്യും. ഇപ്പോൾ ഗവൺമെൻറ് കയ്യിലാണ് ഇതിരിക്കുന്നത്. പ്രൈവറ്റൈസ് വരുമ്പോൾ പ്രൈവറ്റ് പ്ലെയേഴ്സ് വരും. അപ്പം പ്രൈവറ്റ് പ്ലെയേഴ്സ് വരാൻ പറ്റുന്ന ഏറ്റവും എക്കോസിസ്റ്റം നല്ല സിസ്റ്റം ട്രിവാൻഡ്രത്താണ്. കാര്യം VSSC, ISRO, വലിയമല യു ഹാവ് ISRO പ്രോജക്റ്റ് ആൻഡ് ഓൾ ദാറ്റ്. അപ്പം ഇറ്റ് ഈസ് ഓൺലി റൈറ്റ്, ഇറ്റ് വിൽ വർക്ക് ഇൻ കോംപ്ലിമെൻറ്റ് വിത്ത് ദോസ് പ്രോജക്ട്സ്. അപ്പോൾ സ്പേസ് പാർക്ക് ഈസ് ഗോയിങ് ടു ബി ലൊക്കേറ്റഡ് ഇൻ ദ റൈറ്റ് പ്ലേസ് നിയർ വലിയമല ആൻഡ് ഇൻ ടെക്നോ സിറ്റി. So this is going to be a reality, there's no doubt. Once the land is allocated, then the question is to pitch for the right industries to come. നമുക്ക് ലാൻഡ് കയ്യിൽ വരാത്തതുകൊണ്ടാണ് പിച്ച് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ വൺസ് ദ ലാൻഡ് ഈസ് ഇൻ പ്ലേസ്, എവറിത്തിങ് ഈസ് ഇൻ പ്ലേസ്. ഐ എം ക്വൈറ്റ് ഷുവർ ദാറ്റ് നമ്മൾ ഉദ്ദേശിച്ച സ്പേസ് പാർക്ക് സൗത്ത് ഇന്ത്യയിൽ മേ ബി വൺ ഓഫ് ദി ഫ്യൂ സെൻറ്റേഴ്സ് ആണ്. ദർ ഇസ് എ സ്പേസ് പാർക്ക് കമ്മിങ് ഇൻ അതർ പ്ലേസസ്. ബട്ട് സൗത്ത് ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് റിസർച്ച്, you know that a space technology college ഉണ്ട്, which is in Vidura also. Considering all that, if you look at it, Indian Institute of Space is also in Vidura, this space park coming there, ISRO is there, Valiyamala and all that. This space park is going to be one of the most important, I'll say, development for the city. കാരണം നമുക്ക് നാളെ ചന്ദ്രയാൻ സോ മെനി സ്പേസ് പദ്ധതികൾ വരുന്നുണ്ട്. ആ പദ്ധതികൾക്ക് വേണ്ടി വരുന്ന പല സാധനങ്ങളും വി ക്യാൻ മാനുഫാക്ചർ ഇൻ ദ സ്പേസ് പാർക്ക്. വി ക്യാൻ ബി മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് വിൽ ബിക്കം മെയ്ഡ് ഇൻ കേരള, ആൻഡ് ദാറ്റ് വിൽ ഹാപ്പൻ ഇൻ കേരള ആൻഡ് ട്രിവാൻഡ്രം. അതുപോലെ തിരുവനന്തപുരത്ത് റെയിൽവേ വികസനം എവിടെ എത്തി നിൽക്കുന്നു? റെയിൽവേ വികസനം എന്ന് പറയുന്നത് നമുക്ക് 3 കാര്യമാണ്. നമ്മൾ പണ്ടത്തെ കാലത്ത് പോലെ സെൻട്രൽ സ്റ്റേഷൻ തിരുവനന്തപുരം സെൻട്രലിലാണ്. വേളി സ്റ്റേഷൻ ഈസ് ഇൻ കൊച്ചുവേളി ആൻഡ് വി ഹാവ് നേമം. കൊച്ചുവേളി സ്റ്റേഷൻ ആദ്യം നമ്മൾ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് കൊച്ചുവേളി ആൻഡ് നേമം സ്റ്റേഷന് നമ്മൾ റീനെയിം ചെയ്തു ട്രിവാൻഡ്രം നോർത്ത് ആൻഡ് സൗത്ത്. അത് എത്രയോ വർഷം പാടുപെട്ടിട്ടാണ് അത് നമ്മളെ MPസും നമ്മളെ ഗവൺമെൻറ് എല്ലാവരും കൂടെ വിചാരിച്ചുകൊണ്ടാണ്
ആ സ്റ്റേഷന് പേരിടാൻ പറ്റും. ദാറ്റ് ഈസ് ട്രിവാൻഡ്രം നോർത്ത് ഈസ് കൊച്ചുവേളി, സൗത്ത് ഈസ് നേമം. നമ്മുടെ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷൻ്റെ സ്പേസ് കൺസ്ട്രെയിൻ ഭയങ്കര ഹൈ ആണ്. ഇനി പുതിയ ട്രെയിൻസ് വരാൻ പോലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ട്രെയിൻസ് ചിലതൊക്കെ ടെർമിനേറ്റ് ചെയ്യേണ്ടി വരുന്ന കൊച്ചുവേളി, അല്ലെങ്കിൽ ചില ട്രെയിൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നേമം. സോ ദിസ് 3 സ്റ്റേഷൻസും ഇസ് ഗോയിൻ ടു വെരി ഇമ്പോർട്ടൻറ്റ് റോൾ കളിക്കും. കാര്യം ഇപ്പോൾ തമിഴ്നാട് ഡബിളിങ് നടക്കുക. അവരുടെ ട്രിവാൻഡ്രം നാഗർകോയിൽ റൂട്ട് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ട്രെയിൻ വരാൻ പോകുന്നത് അതിലായിരിക്കും. കാര്യം കേരളത്തിലുള്ള റെയിൽ ട്രാക്ക് ഫുള്ളാണ്. മോർ ദാൻ 95% സാച്ചുറേറ്റഡ് ആണ്. പുതിയ ട്രെയിൻസ് കൊണ്ടുവരാൻ സ്പേസ് ഇല്ല. സ്പേസ് വരും പ്രൊവൈഡഡ് ചില കായംകുളത്ത് ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സിസ്റ്റം, ഡബിളിങ് ഓഫ് ആലപ്പി എറണാകുളം റെയിൽവേ ട്രാക്ക്, ഇതൊക്കെ ഡബിൾ ചെയ്ത് വരുമ്പം നമുക്ക് ട്രെയിൻസ് എല്ലാ ട്രെയിനിൻ്റെയും സ്പീഡ് കൂട്ടാൻ വരും. സ്പീഡ് കൂട്ടി വരുമ്പം യു വിൽ ഹാവ് സ്ലോട്ട്സ്. പക്ഷേ അതുവരെ വെയിറ്റ് ചെയ്യണം. പിന്നെ 3-ാം പാത റെയിൽവേക്ക് എല്ലാവരും പറഞ്ഞ് കെ റെയിലിന് പകരം നമുക്ക് ഇന്ത്യൻ റെയിൽവേക്ക് 3-ാം പാത ഇടാൻ പറ്റും എന്നുള്ളതാണ്, റെയിൽ പാത. പക്ഷേ 3-ാം പാത ഇടാനായിട്ടും ഇറ്റ്സ് ഗോയിൻ ടു ടേക്ക് ടൈം. കാരണം അതിനും ലാൻഡ് എക്വിസിഷൻ ഉണ്ട്. ഈ നമ്മൾ ആലപ്പി ടു എറണാകുളം വരെയുള്ള പാത പോലും പൂർത്തീകരിക്കാൻ പറ്റാത്ത സ്ഥിതിക്ക്, താമസം ഉണ്ടാകുന്ന സ്ഥിതിക്ക് 3-ാം പാത വരാൻ എത്ര നാൾ പിടിക്കും? കെൻ യു ഇമാജിൻ? മോർ ദാൻ 600 ബെൻഡുണ്ട്, നൂത്തെടുക്കണം. എന്നാലേ ട്രെയിനിൻ്റെ സ്പീഡ് കൂട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ട്രെയിനൊക്കെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിന് 60-70 ആവറേജ് സ്പീഡിൽ പോകുന്ന ട്രെയിനാണ്. വന്ദേ ഭാരത് പോലും 120 ഒന്നും ടച്ച് ചെയ്യുന്നില്ല. ടച്ച് ചെയ്യാതാണ് നമ്മൾ ഇത്രയും സ്പീഡിൽ നമ്മൾ എത്തുന്നത്. ടച്ച് ചെയ്യാൻ പോയാൽ നമ്മൾ ആലോചിച്ച് നോക്കുക നമുക്ക് എത്ര സ്പീഡിൽ പോകാൻ പറ്റും. അപ്പം ട്രിവാൻഡ്രം ഈസ് കണക്റ്റഡ് ബൈ വൺ മോർ ട്രെയിൻ ലിങ്ക്. ട്രെയിനിൻ്റെ ലിങ്ക് വരുന്നത് ഇസ് ത്രൂ നാഗർകോയിൽ. കാര്യം ആ സെക്ടറിലുള്ള ട്രെയിൻസ് മൊത്തം ട്രിവാൻഡ്രത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് അപ് ടു നേമം ഓർ മേ ബി അപ് ടു ട്രിവാൻഡ്രം സെൻട്രൽ. അപ്പോൾ ആ ഡബിളിങ് കഴിയുമ്പോൾ തന്നെ എനിക്ക് തോന്നുക ചെന്നൈ, കന്യാകുമാരി, നാഗർകോയിൽ വന്ദേ ഭാരത് ക്യാൻ ഗെറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുക. അതേപോലെ പുതിയ പുതിയ ട്രെയിൻസ് ഗോയിങ് ഫ്രോം ട്രിവാൻഡ്രം വയ നാഗർകോയിൽ വിൽ സ്റ്റാർട്ട് ഫ്രോം ഹിയർ. ബിക്കോസ് ത്രൂ കേരള യു ടു ഗെറ്റ് എ ന്യൂ ട്രെയിൻ ഇസ് നോട്ട് ഈസി. നമ്മൾ ഒരു വന്ദേ ഭാരത് ഇവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അത് ഇതുവരെ കിട്ടിയിട്ടില്ല. നൗ ഐ ഹേർഡ് ദർ ഇസ് എ വന്ദേ ഭാരത് കമ്മിങ് ഫ്രം കൊച്ചിൻ ടു ബാംഗ്ലൂർ, ഗോയിങ് പാസ് തൃശ്ശൂർ, പാലക്കാട്, ഡെറ്റ് റൂട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് നമുക്ക് കേരളത്തിൽ വേണ്ടി വരുന്ന ഹൈ സ്പീഡ് ട്രെയിൻസാണ് വേണ്ടത്. കെ റെയിൽ പ്രോജക്റ്റിനെ പറ്റി പറയുമ്പം പീപ്പിൾ ആർ ഡിസ്കംഫർട്ടബിൾ അബൌട്ട് ഇറ്റ്. നമുക്ക് കെ റെയിൽ വിട്, അത് ഏത് പ്രോജക്റ്റാവട്ടെ, കെ റെയിലോ സെമി ഹൈ സ്പീഡ് കോറിഡോർ, ശ്രീധരൻ സാറ് പറഞ്ഞ പോലെ സെമി ഹൈ സ്പീഡ് കോറിഡോർ ആയാലും ഇറ്റ് ഈസ് ഹൈ ടൈം വി ഹാവ് ടു തിങ്ക് ദോസ് ലൈൻസ്. നമ്മൾ പലപ്പോഴും ഡിലേ ആയി പോകുന്നു. നമ്മൾ ഓൾട്ടർനേറ്റീവ് സിസ്റ്റം ഓഫ് ട്രാവൽ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഇപ്പോൾ ട്രെയിൻ സർവീസസിനെ കൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്നില്ല. സോ നമ്മൾ മുൻകൂട്ടി കണ്ട് സെമി ഹൈ സ്പീഡ് കോറിഡോറോ അല്ലെങ്കിൽ കെ റെയിലോ ഉള്ള സാധനം വരുമ്പം വി ബി ഏബിൾ ടു ട്രാവൽ ഫ്രോം ട്രിവാൻഡ്രം ടു കാസർഗോഡ് ഇൻ 4 hours. അന്ന് 4 മണിക്കൂറാണ് പറഞ്ഞത്. അപ്പോൾ ആൾക്കാർ ചോദിച്ചു തിരുവനന്തപുരം കാസർഗോഡ് പോയിട്ട് ബിരിയാണി കഴിക്കാനാണോ എന്ന് ചോദിച്ചു. പീപ്പിൾ ഡോണ്ട് റിയലൈസ് വാട്ട് വി ആർ ഗോയിങ് ടു. പക്ഷേ അങ്ങനെ ട്രാവൽ ചെയ്യാൻ തുടങ്ങുമ്പം നമ്മൾ കേരളത്തിൽ വരാൻ പോകുന്നത് എന്താണെന്നറിയാം. തിരുവനന്തപുരത്ത് സ്ഥാപനം തുടങ്ങിയ ആൾക്കാർക്ക് പല ജില്ലയിലും സ്ഥാപനം തുടങ്ങാൻ പറ്റും. കേസ് അന്ന് രാവിലെ എല്ലായിടത്തും വിസിറ്റ് ചെയ്തിട്ട് വൈകിട്ട് തിരിച്ചു വരാം. മനസ്സിലായി? ഇപ്പം കൊച്ചിയിലിരിക്കുന്ന ഒരാൾക്ക് തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇന്ന് കൊച്ചിയിലിരിക്കുന്ന ആൾക്ക് കൊച്ചി താമസിക്കാൻ പറ്റില്ല എന്ന് തോന്നിയാൽ തിരുവനന്തപുരത്ത് താമസിക്കാം. ഇന്ന് രാവിലെ ഇവിടെ ഇടിച്ച് നേരെ കൊച്ചി 2 മണിക്കൂർ ആകുമ്പം കൊച്ചി എത്തുന്നു, ജോലി കഴിഞ്ഞ് തിരിച്ചു തരും. അപ്പോൾ ട്രിവാൻഡ്രം വിൽ ബിക്കം ദ ഹബ് ഓഫ് റെസിഡൻഷ്യൽ ആക്ടിവിറ്റി. ബിക്കോസ് സീറ്റ് ഓഫ് പവർ ഇവിടെയാണ്. അപ്പോൾ ആൾക്കാർ ഇവിടെ വന്ന് സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അങ്ങോട്ട് സെറ്റിൽ ചെയ്യാൻ പോകുന്നു. ബിക്കോസ് കണക്ടിവിറ്റി വൈസ് റെയിൽ കണക്ടിവിറ്റി നല്ല രീതിയിൽ ആൾക്കാരെ ട്രാവൽ ചെയ്യിപ്പിക്കാൻ പറ്റും. ഇത് വിതിൻ ദ ഷോർട്ടസ്റ്റ് പോസിബിൾ ടൈം. ട്രിവാൻഡ്രം ആക്ച്വലി ഒരു റെയിൽവേ ഹബ്ബായി മാറാൻ പോകുന്നതിൻ്റെ ഒരു ഏറ്റവും വലിയ തെളിവാണ്. എനിക്കൊന്നും ബാക്കി സിറ്റീസൊന്നും ഇല്ല. ആക്ച്വലി ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, യു ഹാവ് ട്രിവാൻഡ്രം സെൻട്രൽ, ട്രിവാൻഡ്രം നോർത്ത്, ട്രിവാൻഡ്രം സൗത്ത്. അപ്പോൾ ട്രിവാൻഡ്രം ഗ്രോത്തിൻ്റെ ഒരു പാതയിലാണുള്ള ഇത് കണ്ടാൽ തന്നെ അറിയാം. വെദർ ഇസ് ഗോയിൻ ബി കെ റെയിൽ ഓ സെമി ഹൈ സ്പീഡ് കോറിഡോർ, അത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അവിടെയാണ് ലാൻഡ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ദെൻ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇൻലാൻഡ് വാട്ടർ വേ കിടക്കുന്നു, കനാൽ കിടക്കുന്നു. കുറച്ചുകൂടെ അങ്ങോട്ട് പോയാൽ നമ്മൾ എയർപോർട്ട് കിടക്കുന്നു. ഇതിലേ കൂടെ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ വിഴിഞ്ഞം പോർട്ട് വരുന്നു. അപ്പോൾ ഇത്രയും ഒരു അലൈൻമെൻറ്റ് കറക്റ്റായി വന്ന് യു ഹാവ് ദി വിഴിഞ്ഞം പോർട്ട്, യു ഹാവ് ദി എയർപോർട്ട് ആൻഡ് യു ഹാവ് ദി റെയിൽ ലിങ്ക്, യു ഹാവ് ദി നാഷണൽ ഹൈവേ, അത് അടുത്തുകൂടെ പോകുന്നു, കൂടാതെ ഇൻലാൻഡ് വാട്ടർ വേ.
എനിക്ക് തോന്നുന്നത് ഗോഡ്സ് ഗിവൺ ഗിഫ്റ്റാണ്. ട്രിവാൻഡ്രത്തിന് കിട്ടാൻ വന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. സർ, അറിയാൻ താല്പര്യമുണ്ട്, ഈ ഇൻലാൻഡ് വാട്ടർവേസ് എങ്ങനെയായിരിക്കും? ഇൻലാൻഡ് വാട്ടർവേസ് ഇസ് ഓൾവേസ് ബീൻ ദ ഇവൻ ബിഫോർ. പക്ഷെ അതിനെ നമ്മൾ ഡ്രഡ്ജ് ചെയ്ത് ഡീപ്പൺ ചെയ്ത് എടുത്താലേ പറ്റുള്ളൂ. അതുപോലെ അതിപ്പോൾ സിയാലാണ് അത് എടുത്തിരിക്കുന്നത്. സോ ദി ആർ ട്രൈങ് ടു ഡീപ്പൺ ഇറ്റ് ആൻഡ് മേക്ക് എൻ ഇൻലാൻഡ് വാട്ടർവേ ഫ്രം കോവളം ടു കോട്ടുപുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ദി ആർ പ്ലാനിങ്. സോ ഈ ഇൻലാൻഡ് വാട്ടർവേ വരുമ്പം ഇറ്റ് ഇസ് ഗുഡ് ഫോർ ടൂറിസം, മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ടു എ ലാർജ് എക്സ്റ്റെൻറ്റ്. പക്ഷെ ഇവിടെയുള്ള ഒരു ചെറിയ ക്യാച്ച് ഉള്ളത്, നമുക്ക് വർക്കല വരുമ്പം ദസ് എ ടണൽ. അപ്പോൾ ആ ടണലിനകത്ത് കൂടെ പോകുന്നതന്നെ ടണലിനെ കുറച്ച് ടെക്നോളജി സപ്പോർട്ടും ടെക്നോളജി ചേഞ്ചസ് വേണ്ടി വരും. ബട്ട് ദ ടണൽ ഈസ് എ ഹിസ്റ്റോറിക്കൽ ടണൽ. ചിലപ്പോൾ അതിന് ഓൾട്ടർനേറ്റീവ് വേറെ എന്തെങ്കിലും റൂട്ട് കണ്ടുപിടിക്കേണ്ടി വരും. കാരണം ഈ ടണലിൻ്റെ അകത്ത് ഒരു ലൈറ്റ് ആൻഡ് സൗണ്ടൊക്കെ ചെയ്താന്ന് നമ്മളിന്ന് ആലോചിച്ച് നോക്ക്. ആ ടണലിൻ്റെ അകത്ത് കൂടെ പോകുമ്പോൾ ലൈറ്റ് ആൻഡ് സൗണ്ട് ചെയ്തിട്ട് ആ ടണലിൽ കാണുന്ന ആ ഒരു പ്രസൻറ്റേഷൻ കാണുമ്പം ഇറ്റ് ഈസ് സെൽഫ് ഇസ് ഗോയിങ് ടു ബി എ വെരി ബിഗ്, ഐ വിൽ സേ വെരി ബിഗ് ടൂറിസ്റ്റ് അട്രാക്ഷൻ. സോ ദിസ് ഇൻലാൻഡ് വാട്ടർവേ ഇസ് ദയർ. സി വാട്ട് ഈസ് ഗുഡ് അബൌട്ട് ട്രിവാൻഡ്രം? നമ്മൾ ട്രിവാൻഡ്രം എന്ന് പറയുമ്പം നമ്മൾ മനസ്സിലായി, ഞാൻ ഈ ട്രിവാൻഡ്രം എന്ന് പറയാൻ കാരണം തിരുവനന്തപുരം എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ട്രിവാൻഡ്രം ഈസ് ഈസിയസ്റ്റ് വേ ടു പ്രൊനൗൺസ് ഇറ്റ്. അതുകൊണ്ടാണ് ട്രിവാൻഡ്രത്തിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമുക്ക് ബീച്ചുണ്ട്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ഇന്ന് നമ്മൾ പറയും കോളം ബീച്ച്, ഓ ലെറ്റ് ഇസ് എ പൂവാർ ദറ്റ് ഏരിയ, ശംഖുമുഖം ബീച്ച്. ഇപ്പോൾ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫ്രീക്വൻറ്റ് ചെയ്യുന്ന ഒരു ബീച്ചാണ് സെയിൻറ്റ് ആൻഡ്രൂസിൻ്റെ അവിടുത്തെ ബീച്ച്. ഇറ്റ് ഇസ് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ബീച്ചസ് വിച്ച് ലോട്ട് ഓഫ് പീപ്പിൾ ഹാവ് നോട്ട് സീൻ. എല്ലാവരും അവിടെ പോയി കാണണം ഈ ബീച്ച്. ഇങ്ങനൊരു ബീച്ചുണ്ട്, നമ്മൾ അറിയാതെ ഇങ്ങനെ പോയി എന്നുള്ളതാണ്. ഭയങ്കര ഭംഗിയാണ് ആ ബീച്ച് കാണണം. അതുപോലെ തന്നെ നമുക്കുള്ള കോസ്റ്റൽ റോഡ്, ഈ റോഡ് ട്രാവൽ ചെയ്ത് നമ്മൾ പോവുകയാണെങ്കിൽ യു ക്യാൻ സീ ബ്യൂട്ടിഫുൾ സീനറി ഓൺ ദ റോഡ്. ഈ കോസ്റ്റൽ ഹൈവേ നമ്മൾ പറയും. വി ഹാവ് ലേക്സ്. ഒക്കെ നമ്മൾ വെള്ളായണി കായലുണ്ട്, ആക്കുളം ലേക്കുണ്ട്, കടനംകുള്ള കായലുണ്ട്. ഓൾ ദീസ് ബ്യൂട്ടിഫുൾ ലേക്സ് ആർ ദയർ. സോ ലേക്കിൻ്റെ നോക്കിയാൽ ലേക്കായിട്ടുള്ള സാധനമുണ്ട്. സീ ഈസ് ദയർ. വി ഹാവ് റിവേഴ്സ്, നല്ല റിവറുണ്ട്. കൂടാതെ നമുക്ക് ഹിൽ സ്റ്റേഷൻ, പൊന്മുടി, ഓക്കെ, അഗസ്ത്യകൂടം. ഓൾ ദീസ് തിങ്സ് ആർ ഹിൽ സ്റ്റേഷൻസ്. അഗസ്ത്യകൂടം കാൺട്ട് സേ ഇസ് ഹിൽ സ്റ്റേഷൻ, ബട്ട് ഇസ് എ ട്രക്കിംഗ് പോയിൻറ്റ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വി ഹാവ്. ദാറ്റ് മീൻസ് യു ഹാവ് ഫ്രോം ദ സീ ടു ദ മൗണ്ടൻ, ഇൻ ബിറ്റ്വീൻ കാണേണ്ട എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. സോ വി ആർ ബ്ലെസ്ഡ് വിത്ത് ഓൾ ദ റിക്വയർമെൻറ്റ്സ് ടു ഷോക്കേസ് ട്രിവാൻഡ്രം ആസ് എ beautiful destination for tourism. So there is no doubt about it. അപ്പോൾ ഇൻലാൻഡ് വാട്ടർവേ is going to be one of that also. സർ, അതുപോലെ കേട്ടിട്ടുണ്ട് ട്രിവാൻഡ്രം തിരുനെൽവേലി ഇൻഡസ്ട്രിയൽ കോറിഡോറിനെ പറ്റി, അതെവിടെ എത്തിയിരിക്കുന്നു? അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2022 ചേംബർ ഓഫ് കോമേഴ്സിൽ ഞാൻ പ്രസിഡൻറ്റും ഞങ്ങളുടെ വൈസ് പ്രസിഡൻറ്റ് ശ്രീ ഡോക്ടർ ഭീമ ഗോവിന്ദനും ഞങ്ങളുടെ സെക്രട്ടറി ശ്രീ എബ്രഹാം തോമസ് ജോജിനെ വിളിക്കും. ഞങ്ങൾ 3 പേരും വി റോട്ട് എ ലെറ്റർ ടു CM of തമിഴ്നാട് ആസ്കിങ് ഫോർ അപ്പോയിൻമെൻറ്റ്. അതേ അപ്പോയിൻമെൻറ്റ് തന്നപ്പോൾ ഞങ്ങൾ കാണാൻ ചെന്നപ്പോൾ ഞങ്ങൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ദാറ്റ് വി സേ ദാറ്റ് വിത്ത് വിഴിഞ്ഞം കമ്മിങ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു സീ ടു മേക്ക് തിരുനെൽവേലി ട്രിവാൻഡ്രം ഇൻഡസ്ട്രിയൽ കോറിഡോർ. കാര്യം ആ കോറിഡോറിലായിരിക്കും ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രി വന്നിട്ട് ഈ വിഴിഞ്ഞം പോർട്ടിനെ യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്ന ഇൻഡസ്ട്രീസ് ആയിരിക്കും ഇത്. സോ വി ഷുഡ് ലുക്ക് അറ്റ് ദാറ്റ്. സോ ഹി വാസ് ക്വൈറ്റ് കീൻ അബൌട്ട് ഇറ്റ്. Then we talked about him about the AVM canal. അങ്ങനെ ഒരു കനാൽ അദ്ദേഹം കേട്ടിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് ഈ കനാൽ രാജഭരണകാലത്ത് ഉണ്ടായിരുന്നു. ഇറ്റ് ഈസ് നോൺ ആസ് അവിട്ടം വിക്ടോറിയ മാർത്താണ്ഡ കനാൽ. ഓക്കെ, ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം നാർവേൽ കന്യാകുമാരി അപ് ടു പൂവാർ. ഈ കനാലായിരുന്നു ആ കാലത്ത് ഗുഡ്സ് മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരുന്ന കനാൽ. ആ കനാൽ ഇപ്പോൾ ഡീഫങ്ക്ഡായി. അപ്പോൾ അദ്ദേഹം അത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസേഴ്സിന് പറഞ്ഞു ഈ കനാലിനെ പറ്റി തിരക്കണം, കെൻ വി റിവൈവ് ദിസ് കനാൽ ബാക്ക് എന്നുള്ളതാണ് അന്ന് ചോദിച്ചത്. അതിൻ്റെ സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുക. കൂടാതെ നമ്മൾ പറഞ്ഞ് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് പോകുന്ന തിരുവനന്തപുരത്തിനാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ വെജിറ്റബിൾസ്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ് എല്ലാം. അപ്പോൾ ഇതെല്ലാം പോകുന്ന തിരുവനന്തപുരം എയർപോർട്ട് വഴിയാണ്. എക്സ്പോർട്ട് ചെയ്യുന്ന നമ്മൾ ട്രിവാൻഡ്രം എയർപോർട്ടിൽ പോകുമ്പം ഈ എക്സ്പോർട്ടേഴ്സ് എല്ലാം ട്രിവാൻഡ്രത്തുള്ളവരാണ്. ഈ ട്രിവാൻഡ്രത്തുള്ള ആൾക്കാർ വണ്ടി വിട്ട് കമ്പം, തേനി ഒക്കെ പോയി ലൊക്കേറ്റ് ചെയ്ത് സാധനമൊക്കെ എടുത്തുകൊണ്ട് വേണം ലോറിയിൽ എയർപോർട്ട് വരെ എത്തിക്കാനായിട്ട്. അത് നമുക്ക് ഇറ്റ്സ് ക്വൈറ്റ് എ ഡിഫിക്കൽട്ട് തിങ്. സോ ഇതിനൊരു കളക്ഷൻ പോയിൻ്റ് ഉണ്ടാക്കിയാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. ഇമ്മീഡിയറ്റായിട്ട് തന്നെ CM പറഞ്ഞു നോ പോയിൻറ്റ്, വിൽ ഡു എ കളക്ഷൻ പോയിൻ്റ് ഇൻ കളിയക്കവിള. അവർ അടുത്ത ബഡ്ജറ്റിൽ ഇത് ഉൾക്കൊള്ളിച്ചു ഈ തീരുമാനം. സോ ദാറ്റ് ഈസ് എ സ്പീഡ് ദേ തിങ്ക്. ഇപ്പോൾ നമ്മൾ വിഴിഞ്ഞത്തിനെ പറ്റി നമ്മൾ പറഞ്ഞു.
വിഴിഞ്ഞം യാഥാർത്ഥ്യമായി നമ്മൾ അടുത്ത രണ്ടാം ഘട്ടത്തിൽ നമ്മളിപ്പോൾ 20,000 കോടി രൂപ വി ആർ ഗോയിങ് ടു സ്പെൻഡ് ദാറ്റ് മണി. അതിൻ്റെ വരാൻ പോകുന്ന സാധ്യതകളും അതിന് വരാൻ പോകുന്ന വളർച്ചയും കണ്ടുകൊണ്ട് തമിഴ്നാട് സർക്കാർ നമ്മുടെ തൊട്ടടുത്തുള്ള ബോർഡറിൽ നമ്മളിപ്പം ഇവിടുന്ന് 25 കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ബോർഡർ തമിഴ്നാടാണ്, 30 കിലോമീറ്റേഴ്സ്. ഈ 30 കിലോമീറ്റർ കഴിഞ്ഞ ബോർഡറിൻ്റെ അപ്പുറത്ത് അവർ ഭൂമിയൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞു. അവർ 2,000-3,000 ഏക്കറും 3 ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റും ഒക്കെ റെഡിയായി കഴിഞ്ഞു. അവർ അത്രയും സ്പീഡിലാണ് അവർ കാര്യങ്ങൾ പോകുന്നത്. കാരണം അവർക്കറിയാം ഈ പോർട്ട് ഈസ് ഗോയിങ് ടു ബി എ വെരി മേജർ മണി സ്പിന്നർ. അപ്പോൾ ആ മണി സ്പിന്നർ ആണെന്ന് പറഞ്ഞുകൊണ്ട് നോ ഇൻഡസ്ട്രീസ് സ്റ്റാർട്ട് റീലൊക്കേറ്റിംഗ് ടു ദിസ് ഏരിയ. നമ്മൾ ട്രാൻഡം തിരുനെൽവേലി എന്ന് പറയും, തിരിച്ചായിരിക്കും വരാൻ പോകുന്നത്. തിരുനെൽവേലി ട്രാൻഡം ഇൻഡസ്ട്രിയൽ കോറിഡോർ ആയിരിക്കും ഉടനെ വരാൻ പോകുന്നത്. സർ, അതുപോലെ തിരുവനന്തപുരം ഒരു ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു, നാളെ എവിടേക്കാണ് യാത്ര ചെയ്യുന്നത്? ഇന്ന് ഹോസ്പിറ്റാലിറ്റി സെക്ടറിലുള്ള എല്ലാ ഹോട്ടൽസും 80 to 85% ഓക്യുപ്പൻസിയാണ്. യു ആസ്ക് എനി ഹോട്ടൽ പീപ്പിൾ 80 to 85%. പണ്ട് ഓക്യുപ്പൻസി റേറ്റ് വാസ് പുവർ. ഈ ഓക്യുപ്പൻസി റേറ്റ് കൂടാനുള്ള കാരണം എന്തുവാ? ഈ സിറ്റിക്കകത്ത് ആൾക്കാർ വരുന്നു, ഈ സിറ്റിക്കകത്ത് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഈ സിറ്റി വിസിറ്റ് ചെയ്യുന്നു. ഇപ്പം ഹോട്ടൽസ് എന്ന് പറഞ്ഞാൽ വിസിറ്റേഴ്സാണ്. പിന്നെ ഈ എല്ലാ ഹോട്ടൽസും, ഈ 5 star ഹോട്ടൽസ്, വെദർ ഈസ് ഗോയിങ് ടു ബി ഓബൈ തമര, or whether it's going to be Taj Vivanta in Palayam or at Kovalam or നമുക്ക് ഹയാത്ത് in Trivandrum, and also you take Leela Ravis in. ഈ എല്ലാ ഹോട്ടലിലും ഇവൻറ്റ്സ് കൊണ്ട് നിറഞ്ഞിരിക്കുക. ഇന്ത്യയിൽ നടക്കുന്ന വലിയ വലിയ ഇവൻറ്റ്സാണ് ഇവിടെ നടക്കുന്നത്. അവർ ആ ലൊക്കേഷൻസ്, കാര്യം നമുക്ക് പണ്ട് ഇവിടെ നടക്കാൻ പറ്റാത്ത കാര്യമൊന്നും, നമുക്ക് റൂംസ് ഇല്ല കൊടുക്കാൻ. ഇന്ന് ഈ ഇവൻറ്റ്സ് വരുന്നവർക്ക് കൊടുക്കാൻ പറ്റുന്ന ആവശ്യമുള്ള റൂംസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം പുതിയ ഹോട്ടൽസ് വരുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയാൻ പറ്റുന്നത് വേൾഡ് ട്രേഡ് സെൻറ്റർ ടെക്നോ പാർക്ക് ഫേസ് 1 വരുന്നു. അതിൻ്റെ കൂടെ ഒരു ബ്രിഗേഡ് ഗ്രൂപ്പ് ഒരു 5 star ഹോട്ടൽ പറയുന്നു. അത് മാരിയറ്റ് എന്ന് പറയുന്നു, ഏത് പേര് വേണോ ആവട്ടെ, പക്ഷേ ഒരു 5 star ഹോട്ടലാണ്. ഇങ്ങോട്ട് വരുമ്പം ആക്കുളം ഉള്ളൂർ റോഡിൽ അറിയുന്ന ഒരു ബിൽഡർ, റെപ്യൂട്ടഡ് ബിൽഡർ, ഏകദേശം 1.5-2 ഏക്കറിൻ്റെ അകത്ത് ഒരു 5 star ഹോട്ടൽ ഡിസൈൻ ചെയ്ത് ഫൈനൽ സ്റ്റേജസ് നിൽക്കുക. 18 വർഷം മുടങ്ങിക്കിടന്ന ഒരു പ്രോജക്റ്റാണ് രഹേജാസ്. ആക്കുളത്തിൻ്റെ അടുത്ത് ഒരു വലിയ റിസോർട്ടും ഹോട്ടലും ആൻഡ് ഓൾസോ കൺവെൻഷൻ സെൻറ്റർ. അതാണ് ഈ രഹേജ കൺവെൻഷൻ സെൻറ്റർ നമ്മൾ പറയുന്നത്. അതിപ്പം ഫൈനലായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങി അത് ഇമ്മീഡിയറ്റായിട്ട് അത് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇറ്റ്സ് കം ടു എ ഫൈനൽ സ്റ്റേജസ്. പിന്നെ വരുന്നത് നമ്മൾ ഓബൈ Thamara hotel is coming up with another hotel, a small budget hotel, right behind that hotel. Sri Yusuf Ali, after ഈ നമ്മുടെ ഹയാത്തിൻ്റെ സക്സസ് കണ്ടിട്ട് ആദ്യം സ്കെപ്റ്റിക്കലായിരുന്നു ട്രിവാൻഡ്രത്ത് ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ. ഇത് പലരുടെയും ഒരു പ്രഷറിൻ്റെ പുറത്താണ് മോള് തുടങ്ങിയതും ആ ഹോട്ടൽ ഏറ്റെടുത്തൊക്കെ. പക്ഷേ അതിൻ്റെ സക്സസ് കണ്ട ശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു പുതിയൊരു ഹോട്ടൽ, ബഡ്ജറ്റ് ഹോട്ടൽ, ആ ഹോട്ടലിന് വേണ്ടിയാണ് അദ്ദേഹം ചാക്കയിൽ പണ്ടൊരു ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യാൻ വെച്ചിരുന്ന സ്ഥലത്ത് ആ സ്ഥലം ഏറ്റെടുത്ത് അവിടെ ഒരു ബഡ്ജറ്റ് ഹോട്ടൽ, അത് ഏത് ബ്രാൻഡാണെന്ന് എനിക്കറിയത്തില്ല, ബട്ട് ഐ തിങ്ക് ഇസ് ഹയാത്ത് സെൻട്രിക്സ്, അതും ഒരു 1,500 സീറ്റേഴ്സ് വെച്ചുള്ള കൺവെൻഷൻ സെൻറ്ററും കൂടെ പ്ലാൻ ചെയ്യുന്നു. അത് ഡിസൈൻ ചെയ്തൊക്കെ കഴിഞ്ഞു. പിന്നെ വരുന്ന ഒരു ഹോട്ടലിൻ്റെ പ്രപ്പോസലാണ് അദാനി ഗ്രൂപ്പുകാർ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ കോമ്പൗണ്ടിൽ ഒരു ബിസിനസ് ഹോട്ടൽ, 5 star ബിസിനസ് ഹോട്ടൽ, അതിൻ്റെ എൻവയറമെൻറ്റ് ക്ലിയറൻസിന് പോയിട്ടുണ്ട്. അതുകൂടെ വരുമ്പോൾ അവിടെ ഒരു ബിസിനസ് ഹോട്ടലായി. സിറ്റിക്കകത്ത് വരുമ്പം ഈ മാസം, എനിക്ക് തോന്നുന്നു ഇന്നോ നാളെയോ, ഈ മാസം തന്നെ ലെമൺ ട്രീ ഹോട്ടൽ ഇനോഗ്രേഷനാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ രീതിയിൽ ഹോട്ടൽ കേരളത്തിൽ ചെയ്യുന്ന ഒരാളാണ് ഉദയസമുദ്ര CS രാജശേഖരൻ നായർ. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉദയ കൺവെൻഷൻ സെൻറ്റർ ഗോൾഫ് ലിങ്ക്സ് റോഡിൻ്റെ, അത് വൺ ഓഫ് ദി ബെസ്റ്റ് കൺവെൻഷൻ സെൻറ്റേഴ്സ്. ഇപ്പം ട്രിവാൻഡ്രത്ത് എല്ലാ കല്യാണങ്ങളും മുതൽ മീറ്റിംഗ് കൂടുന്ന സ്ഥലമാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ 111 റൂമുള്ള ഒരു 5 star ഹോട്ടലിൻ്റെ പണി തുടങ്ങി അതിൻ്റെ ഫയലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഒരു 5 star ഹോട്ടലായി. കൂടാതെ ഇപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള ഇപ്പം വിഴിഞ്ഞത്താണല്ലോ ഏറ്റവും കൂടുതൽ പ്രോജക്ട്സ് വരുന്നത്. അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ബിൽഡർ, ആർടെക് ബിൽഡേഴ്സ്, അവർ തന്നെ ആർടെക് വേവ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു 200 റൂം കൂടുതലുള്ള ഒരു ഹോട്ടൽ ടുവേർഡ്സ് വിഴിഞ്ഞം പ്ലാനിങ്. എക്സ്പെൻഷൻ ഓഫ് റാബീസ് ഹോട്ടൽ, പിന്നെ പുതിയ ഹോട്ടൽസ് തന്നെ പലരും സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുന്നു. സോ ഇത് വെരി ക്ലിയർലി ഇൻഡിക്കേറ്റ്സ് ദാറ്റ് നമ്മുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ടൂറിസം പ്ലസ് ബിസിനസ്
ലീഷർ, ഇപ്പോൾ മൈസ് എന്ന് പറയും, നമ്മൾ മീറ്റിംഗ്സ്, ഇൻസെൻറ്റീവ്സ്, കോൺഫറൻസസ് ആൻഡ് എക്സിബിഷൻ. അപ്പോൾ ഈ 4 ആക്ടിവിറ്റിക്കുള്ള കാര്യങ്ങളിപ്പം തിരുവനന്തപുരത്ത് തുടങ്ങാറായി. സോ ഈ ഹോട്ടൽസ് എല്ലാം അടുത്ത 2 ഇയേഴ്സ് അല്ലെങ്കിൽ കൂടി പോയാൽ ഒരു 3 വർഷം അത് ഈ ഹോട്ടലെല്ലാം അപ്പ് ആൻഡ് റണ്ണിങ് ആവും. സോ ബൈ ടൈം വിഴിഞ്ഞം പോർട്ട് സെക്കൻഡ് ഫേസും നല്ല സ്പീഡിൽ പോകുന്നു. വിഴിഞ്ഞം പോർട്ട് കണക്ട് ചെയ്യുന്ന റെയിൽവേ ലിങ്ക് കണക്റ്റിംഗ് വർക്ക് നടക്കുന്നു. പിന്നെ ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ വർക്ക് തീർച്ചയായിട്ടും ആ നേരം കൊണ്ട് സ്റ്റാർട്ടാവും. ഔട്ടർ റിംഗ് റോഡിൻ്റെ വർക്ക്, ഇത് ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോറിൻ്റെ അകത്ത് തന്നെ ഔട്ടർ റിംഗ് റോഡും കൂടെ വരുന്നു. സോ ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഹോസ്പിറ്റാലിറ്റി സെൻറ്ററിലായിരിക്കും ഏറ്റവും ബൂസ്റ്റ് വരാൻ പോകുന്നത്. പക്ഷെ നമുക്കിവിടെ വരുന്ന തടസ്സം എവിടെയെന്ന് അറിയാം. നമ്മുടെ തൊട്ടടുത്ത് ശ്രീലങ്ക, ഇതേ ജോഗ്രഫിക്കൽ കണ്ടീഷനാണ് അവരുടെ. ആ ജോഗ്രഫിക്കൽ കണ്ടീഷനിൽ അവിടുത്തെ റൂം റേറ്റ്സ് നമ്മളെക്കാളും കുറവാണ്. ഇതേപോലെ കടലുണ്ട്, അവിടെയും ഇതേപോലെ എല്ലാ രീതിയിലും സീ റിസോർട്ടും അവർക്കും ഇതുപോലെ ഹിൽ റിസോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കാൻ പറ്റുന്നത് ഈസ് എ ഡിഫറെൻറ്റ് ആംബിയൻസ് ആണ്. അപ്പോൾ ആ ആംബിയൻസ് കേരളത്തിലേക്ക് കിട്ടും. ആയുർവേദ, വാട്ട് വൈസ് ആയുർവേദ. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, സർക്കാരിൻ്റെ അകത്ത് ചില തീരുമാനങ്ങൾ മാറ്റം വരണം. നമ്മൾ വെഡ്ഡിങ് ഡെസ്റ്റിനേഷൻസ് ആയിട്ട് എല്ലാവരും തിരുവനന്തപുരത്ത് നോക്കുന്നുണ്ട്. പലരും വെഡ്ഡിങ് ഡെസ്റ്റിനേഷൻ ഇപ്പോൾ ഞാൻ പറയാം, 2 മാസം 1 മാസം 1.5 മാസത്തിൻ്റെ അകത്ത് 2 വലിയ വെഡ്ഡിങ് ക്യാൻസലായിപ്പോയി. ഒരു വെഡ്ഡിങ്ങിൻ്റെ ബഡ്ജറ്റ് 3 crores ആണ്. 6 കോടി രൂപയുടെ വെഡ്ഡിങ് കോസ്റ്റാണ് മാറിയത്. മാറാനുള്ള കാരണം വേറെ ഒന്നും ഉണ്ടല്ല, നമ്മുടെ ലിക്കർ പോളിസി. നമ്മൾ വെഡ്ഡിങ് ഡെസ്റ്റിനേഷൻസ് പറയുമ്പം ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന വെഡ്ഡിങ്സൊക്കെ 9 മണിക്ക് ശേഷം തുടങ്ങും. അതിൽ വെളുപ്പാൻ രാവിലെ 2 മണി 3 മണി വരെ പോകും. അപ്പോൾ ഈ വെഡ്ഡിങ് ഡെസ്റ്റിനേഷൻസ് 9 മണിക്ക് ശേഷം ലിക്കർ ഡിസ്പെൻസ് ചെയ്താൽ അവർക്ക് രാവിലെ ഇപ്പോൾ ലിക്കർ വേണോ ഒരു വെഡ്ഡിങ്ങിന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇറ്റ്സ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് എക്കോ സിസ്റ്റം. ഇറ്റ്സ് എ വെഡ്ഡിങ്, ആൾക്കാർ ആഘോഷമാണ്. വേണോ വേണ്ടോ തീരുമാനം ഞാനാണ്, അല്ല പബ്ലിക്കല്ല. അപ്പോൾ ആ വെഡ്ഡിങ് ഡെസ്റ്റിനേഷന് വേണ്ടി വരുന്ന ലൈസൻസിങ് സ്കീം മാറണം. ഇപ്പം നിലവിലുള്ളത് 11 മണിയാകുമ്പം നമ്മൾ എല്ലാ ബാറും പൂട്ടിക്കിട്ടണം. ഇവിടെ 9 മണിക്കായിരിക്കും സെലിബ്രേഷൻ തുടങ്ങുന്നത്. അത് രാവിലെ 2 മണി വരെ പോകും. അപ്പോൾ ഗവൺമെൻറ് ചെയ്യേണ്ടത് എവിടെയൊക്കെയാണ് വെഡ്ഡിങ് ഡെസ്റ്റിനേഷൻസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ നേരത്തെ തീരുമാനിച്ചിട്ട് അവിടെ 2 മണി വരെയെങ്കിലും ലൈസൻസ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ 5 സ്റ്റാർ ഹോട്ടൽസ്, ആ വിതിൻ ദാറ്റ് 5 സ്റ്റാർ ഹോട്ടൽസ് വെഡ്ഡിങ് റിലേറ്റഡ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ അവിടെ ആൾക്കാർ ആ ഹോട്ടലിലാണ് താമസിക്കുന്നത്, അത് ഇൻഹൗസാണ്. ഇൻഹൗസ് ആയതുകൊണ്ട് ആ വെഡ്ഡിങ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള സ്ഥലത്ത് 2 മണി വരെ സമയം കൊടുക്കുക. കാരണം അറ്റ്ലീസ്റ്റ് ഇത് ആൾക്കാർ 9 മണിയൊക്കെ ആകുമ്പം അവർ ചടങ്ങ് തുടങ്ങുകയേ ഉള്ളൂ. ചടങ്ങ് തുടങ്ങിയ കാര്യങ്ങൾ മൂവ് ചെയ്ത് വരുമ്പം ഇൽ കം ടു അറ്റ്ലീസ്റ്റ് 12 o'clock 1 o'clock. സോ അറ്റ്ലീസ്റ്റ് ടിൽ 2 o'clock. ഐ എം നോട്ട് സെയിങ് വെളുപ്പാൻ രാവിലെ കൊണ്ട് പോകണമെന്നല്ല പറയുന്നത്. പക്ഷേ ഈ 11 മണി എന്ന് പറഞ്ഞാൽ ടോട്ടലി നോട്ട് പ്രാക്ടിക്കൽ. അപ്പോൾ നമുക്ക് വെഡ്ഡിങ് ഡെസ്റ്റിനേഷൻസും വേണം, വെഡ്ഡിങ് ടൂറിസം വേണം. പക്ഷെ നമ്മൾ അതിന് അനുയോജ്യമായിട്ടുള്ള നിയമങ്ങൾ മാറ്റത്തില്ല. അത് മാറ്റണം. മാറ്റിയാൽ ഐ എം ക്വൈറ്റ് ഷുവർ കേരള വിൽ ബി one of the most sought after wedding destination, not only Trivandrum, whole Kerala. So this is something which I look forward. എനിക്ക് തോന്നുന്നു ഇനി വരുന്ന വർഷങ്ങളിൽ ഇപ്പോൾ പുതിയ സർക്കാരൊക്കെ വരുമ്പം തീർച്ചയായിട്ടും അങ്ങനെ ഒരു രീതി ചിന്തിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ സാർ, ഇതിൻ്റെ തുടർച്ചയായിട്ട് ചോദിക്കട്ടെ, ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രസിഡൻ്റ് എന്ന നിലയ്ക്ക് തിരുവനന്തപുരം കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റിക്ക് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ എത്രത്തോളം അനുയോജ്യമാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? തിരുവനന്തപുരം ഷുഡ് ബി എ മൾട്ടി ജനറേഷൻ സിറ്റി. മൾട്ടി ജനറേഷൻ സിറ്റിയിൽ ഞാൻ പറയുന്നത് റിട്ടയർ ആയിട്ടിരിക്കുന്ന ആൾക്കാർക്കും താമസിക്കാൻ പറ്റുന്ന സിറ്റി ആയിരിക്കണം. ചെറുപ്പക്കാർ കുട്ടികൾക്കും ഇവിടെ വന്ന് ഈ സിറ്റി നല്ലൊരു ലൊക്കേഷൻ അവർക്ക്. അല്ലാതെ ഈ സിറ്റി ഒരു കമേഴ്ഷ്യൽ സെൻസ് മാത്രം പോരാ. ഈ സിറ്റിക്കകത്ത് എല്ലാ രീതിയിലുള്ള ആൾക്കാരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സിറ്റിയായി മാറണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ ആ സിറ്റി ആവുള്ളൂ. നമ്മുടെ സിറ്റിക്കകത്തുള്ള ഏറ്റവും വലിയ സുഖം എന്താ, നമ്മളിപ്പോൾ പുറത്ത് പോകുന്നു, പുറം രാജ്യത്തൊക്കെ പോയി എല്ലാ രാജ്യവും കണ്ട് നമുക്ക് സന്തോഷമായിട്ട് തിരിച്ചു വരും. തിരിച്ചെത്തുമ്പം തിരുവനന്തപുരം എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങുമ്പം നമ്മുടെ മനസ്സിലുള്ള സന്തോഷവും നമ്മൾ തിരിച്ചെത്തിയല്ലോ എന്നുള്ള സന്തോഷവും നമ്മൾ ഭയങ്കരമായിട്ട് നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവും. ഒരു വല്ലാത്ത ഫീലിംഗാണ്. കാരണം ഈ ചില സ്ഥലത്ത് നമ്മൾ റെസ്ട്രിക്റ്റഡ് ആണ്, അവിടെ നിയമങ്ങൾ റെസ്ട്രിക്റ്റഡ് ആണ്. ആ റെസ്ട്രിക്റ്റഡ് നിയമത്തിൻ്റെ ഇടയ്ക്ക് നിന്നാണ് നമ്മൾ ഹോളിഡേയ്സിന് പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തിരിച്ചു വരുമ്പോഴാണ് നമുക്ക് ഒരു ഫ്രീ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. കൂടാതെ നമ്മൾ നോക്കുമ്പം നമ്മൾ ഈ സിറ്റിക്കകത്ത് തിരുവനന്തപുരം സിറ്റീനെ ഞാൻ പറയുന്ന ഒരു
15-20 മിനിറ്റ് എന്ന് പറഞ്ഞുള്ള സിറ്റിയാണ്. ഈ 15-20 മിനിറ്റ് സിറ്റിയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എവിടെ വേണമെങ്കിലും 15-20 മിനിറ്റിനകത്ത് എത്താൻ പറ്റും. തിരുവനന്തപുരത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ഒരു ദിവസം മിനിമം ഒരു 5 മാക്സിമം ഒരു 8-9 ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. 4 കല്യാണം നടക്കുന്നുണ്ടെങ്കിലും 4 കല്യാണത്തെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു വരും കാലത്ത് തിരുവനന്തപുരം ഒരു 15-20 മിനിറ്റ് സിറ്റിയായി തന്നെ നിൽക്കണം. ഒരിക്കലും മാറാൻ പാടില്ല. കാരണം സിറ്റിക്കകത്ത് കയറി കഴിഞ്ഞാൽ ഒരു സ്ഥലത്തിന് ഇപ്പം നമ്മൾ കൊച്ചി ഫോർ എക്സാമ്പിൾ നമ്മൾ ചെല്ലുമ്പം നമ്മൾ നല്ലൊരു സിറ്റിയാണ്. ഒരു കാലത്ത് നമുക്ക് കൊച്ചിയിൽ രവിപുരത്തിന് നമ്മൾ കാക്കനാട് പോകണമെങ്കിൽ എന്ത് പെട്ടെന്ന് പോകാം. ഇന്ന് രവിപുരത്ത് വന്നിട്ട് നമ്മൾ കാറിൽ പോവുകയാണെങ്കിൽ ടു റീച്ച് കാക്കനാട് ബൈ കാർ ഈസ് ടേക്കിംഗ് ലോട്ട് ഓഫ് ടൈം. മോർ ദൻ 1 hour 1.5 hours പിടിക്കും. ഇപ്പം മെട്രോ വന്ന ശേഷം ചിലപ്പോൾ അത് കുറഞ്ഞു വരും. സോ ട്രിവാൻഡ്രം ഷുഡ് നോട്ട് ബിക്കം ലൈക്ക് ദാറ്റ്. ബാക്കിയുള്ള സിറ്റിയിൽ കാണുന്ന പോരായ്മ ഒന്നും ഈ സിറ്റി വരാൻ പാടില്ല. ദി സിറ്റി മസ്റ്റ് ലേൺ ഫ്രം ദ മിസ്റ്റേക്സ് വാട്ട് യു സീ ഇൻ ബാംഗ്ലൂർ, വാട്ട് യു സീ ഇൻ അതർ സിറ്റീസ് ലൈക്ക് കൊച്ചിൻ, വാട്ട് യു സീ. ആ മിസ്റ്റേക്സ് ഇവിടെ കൊണ്ടുവരാതെ നമുക്ക് ഈ സിറ്റി ഷുഡ് ബി എ മാതൃക സിറ്റി ഫോർ എവറിബഡി, ഫോർ എവറി ജനറേഷൻ, ഫ്രോം ദി ഏജഡ് ടു ദി യങ്സ്റ്റേഴ്സ്. അതാണ് ഈ സിറ്റി എന്ന് പറയുന്നത്. സോ ദി സിറ്റി ഷുഡ് ബി എ വെൽക്കമിങ് സിറ്റി ടു ദ ന്യൂ പീപ്പിൾ. ആൾക്കാർ തിരുവനന്തപുരത്തുള്ള ആൾക്കാർ വിട്ടുപോകരുത്. പണ്ട് ആൾക്കാർ തിരുവനന്തപുരത്ത് വന്നാൽ പോകാൻ തോന്നത്തില്ല എന്ന് പറയും. പിന്നെ ആ കുട്ടികൾ വന്ന് പഠിത്തമൊക്കെ കഴിയുമ്പം പറയും ഇവിടെ ഓപ്പർച്യൂണിറ്റി ഇല്ല, ഞങ്ങൾ പോവുകയെന്ന് പറയും. ആ ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കുന്ന ജോലിയാണ് ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ജോലി. ഈ ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൊണ്ടുവരിക, കുട്ടികൾക്ക് ജോലി സാധ്യത കൂട്ടുക, അന്യ സംസ്ഥാനത്ത് ജോലി ചെയ്യുന്ന മലയാളി കുട്ടികൾ തിരിച്ചു വരിക, അന്യ രാജ്യത്ത് ജോലി ചെയ്യുന്ന കുട്ടികൾ തിരിച്ചു വരിക. സോ ദാറ്റ് ദേ വിൽ ബി ബാക്ക് ഹോം. അവരെല്ലാം തിരിച്ച് അവർ നാട്ടിൽ വരുമ്പം അവരൊരിക്കലും സെക്കൻഡ് റേറ്റ് സിറ്റിസൻസ് അല്ല, സെക്കൻഡ് ക്ലാസ് സിറ്റിസൻസ് ആയിട്ടുള്ള ബാക്കി രാജ്യത്ത് തിരിച്ചു വന്ന് സ്വന്തം രാജ്യത്ത് വന്ന് ഹാപ്പിയായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു സിറ്റിയാണ് ട്രിവാൻഡ്രം. അതൊരു മൾട്ടി ജനറേഷൻ സിറ്റിയാണ്. സർ, അതുപോലെ അറിയാൻ ആഗ്രഹമുണ്ട്. ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്, ഒരുപാട് നാടുകൾ കണ്ടിട്ടുണ്ട്. എവിടെയെങ്കിലും പോയപ്പോൾ ഈ ഒരു സംഗതി എൻ്റെ നാട്ടിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണല്ലോ, അങ്ങനൊരു തോന്നലോ അങ്ങനൊരു സംഗതിയുണ്ടോ? അവിടെ ഡിസിപ്ലിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പോയ രാജ്യത്ത് മൊത്തം കണ്ട ഡിസിപ്ലിനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കണ്ട ഒരു കാര്യം ട്രാഫിക് ഡിസിപ്ലിൻ. നമുക്ക് ട്രാഫിക് ഡിസിപ്ലിൻ ഇല്ലാത്തതുകൊണ്ടാണ് ഈ പ്രോബ്ലംസ് വരുന്നത്. ആ ട്രാഫിക് ഡിസിപ്ലിൻ വരുന്നത് നമ്മൾ ലേണിംഗ് സ്കൂൾ വഴി പഠിപ്പിക്കണം. നമ്മൾ 45,000 ആക്സിഡൻസാണ് ഒരു വർഷം കേരളത്തിൽ ഉണ്ടാകുന്നത്. 4,500 പേര് മരിക്കുന്നു. 11-12 പേര് ഒരു ദിവസം മരിക്കുന്നു. ഇഫ് യു ഗോ ബൈ സ്റ്റാറ്റിസ്റ്റിക്സ്. എന്തുകൊണ്ടത് സംഭവിക്കുന്നു? ബിക്കോസ് ലാക്ക് ഓഫ് ട്രാഫിക് ഡിസിപ്ലിൻ. അപ്പം ട്രാഫിക് ഡിസിപ്ലിൻ വരുമ്പോൾ തന്നെ നമുക്ക് ആക്സിഡൻറ്റ് റേറ്റ് കുറയുന്നു, ലിവബിലിറ്റി ബെറ്റർ ആവുന്നു. നമുക്ക് തന്നെ റോഡിൽ കാർ ഓടിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം നമുക്കൊക്കെ റോഡിൽ ഇറങ്ങാൻ ഒരു കാർ ഓടിക്കാൻ പോലും ഒരു നൈറ്റ് മെയറാണ്. നമ്മൾ വില കൂടിയ കാർ വാങ്ങിക്കും, പക്ഷെ നമ്മൾ ഓടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പം പറയും റോഡില്ല. ചിലവർ പറയും നമ്മൾ BMW കാർ വാങ്ങിച്ചു, ഇത് ഓടിക്കണമെങ്കിൽ തമിഴ്നാട് കന്യാകുമാരി ടു മധുരൈ ഓടിച്ചാലേ കാറിൻ്റെ സുഖം കിട്ടുള്ളൂ. അങ്ങനെ ഒരു ഫീലിംഗ് എല്ലാവർക്കും ഉള്ളത്. അത് മാറണം. ഇനിയിപ്പോൾ 4 വരി പാതമൊക്കെ കഴിയുമ്പം കേരളത്തിൽ ഓടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. ആ സാഹചര്യം ഉണ്ടാവണമെങ്കിൽ യു മസ്റ്റ് ഹാവ് ഡിസിപ്ലിൻ. ഒന്ന്. സെക്കൻഡ് തിങ്, എല്ലാ സിറ്റിയിലും നമ്മൾ പോകുമ്പോഴും നമ്മൾ കണ്ട്, ഇൻക്ലൂഡിങ് ചൈന, ദർ ഇസ് സിറ്റി സ്ക്വയർ എന്ന് പറയും. ലോകത്ത് എവിടെ പോയാലും സിറ്റി സ്ക്വയർ ഉണ്ട്. ആൾക്കാരെല്ലാം അവിടെ വന്നാണ് കൂടി അവിടെയാണ് പല കാര്യങ്ങളും. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര രസമാണ്. ഈവനിങ് ഒക്കെ ആകുമ്പോൾ എല്ലാവരും വൈകിട്ടൊക്കെ ആകുമ്പം വയലിൻ വായിക്കുന്നത്, ചിലർ സൈക്കിൾ ചവിട്ടുന്നു, കുട്ടികൾ ഓടുന്നു. അങ്ങനെ ഒരു സിറ്റി സ്ക്വയർ എന്ന് പറഞ്ഞ സ്ഥലം നമുക്കിപ്പോൾ ഇവിടെ ഇല്ല. ആ സിറ്റി സ്ക്വയർ ആണ് നമുക്ക് വേണ്ടത്. ട്രിവാൻഡ്രത്ത് ഒരു സിറ്റി സ്ക്വയർ ആക്കാൻ പറ്റിയ ഒരു സ്ഥലം എന്ന് പറയുന്നത് കനകുന്നാണ്. ബിക്കോസ് വി കാൺ ഹാവ് എ സ്ക്വയർ. സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ലാൻഡ് ആവണമെന്നൊന്നുമില്ല. പക്ഷേ ആ ഒരു ഏരിയയിലാണ് ആൾക്കാർക്ക് വന്ന് കുട്ടികൾ വന്ന് ഓടാനും പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് ഇരുന്ന് സംസാരിക്കാനും മ്യൂസിക് കേൾക്കാനും ഒക്കെ നടക്കുന്നത്. സോ കനകുന്ന് പാലസ് ആൻഡ് മ്യൂസിയം ഷുഡ് ബി ദ സിറ്റി സ്ക്വയർ ഓഫ് ദിസ് പ്ലേസ്. അതാണ് ആക്ച്വലി നമ്മൾ നോക്കിയാലുണ്ട്, നമുക്ക് സിറ്റി സ്ക്വയർ ഉണ്ടാക്കാൻ പറ്റും. എവിടെയെന്ന് അറിയാം? നമ്മളിപ്പോൾ നിലവിലിരിക്കുന്ന സെൻട്രൽ ജയിൽ അവിടെ നിന്ന് മാറ്റണം. സെൻട്രൽ ജയിൽ ബിൽഡിംഗ് അവിടെ നിൽക്കട്ടെ, ഹിസ്റ്റോറിക്കൽ ബിൽഡിംഗാണ്. പക്ഷേ സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞാൽ സിറ്റിക്കകത്ത് നമുക്ക് ശിക്ഷ നേരിടുന്ന ആൾക്കാരെ നമ്മൾ അവിടെ പാർപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ദേ ക്യാൻ ഗോ എനിവേ. എത്ര ദൂരെ വേണമെങ്കിലും അവരെ കൊണ്ട് നമുക്ക് അവരെ പാർപ്പിടിക്കാൻ പറ്റും. ബട്ട് ഹിയർ ദ പ്രോബ്ലം വട്ട് ഐ സീ ഈസ് അത് തീരുമാനം എടുക്കില്ല. ഇപ്പം അട്ടക്കുളങ്ങര ജയിലിനടുത്ത് വനിതാ ജയിലിൽ മാറ്റാൻ പോയപ്പോഴേ നമ്മൾ കണ്ടു ആൾക്കാരുടെ ഇടയ്ക്കുള്ള റിസൈൻമെൻറ്റ്, അവിടുത്തെ തൊഴിലാളികളുടെ ബഹളം, പോലീസുകാരുടെ ബഹളമൊക്കെ ഉണ്ട്.
ഈ സെൻട്രൽ ജയിലിൽ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലം 45-50 ഏക്കറാണ്. ഈ 50 ഏക്കർ തുറന്ന് സിറ്റിയുടെ ലങ്സ് ആക്കിയിട്ട് അതൊരു സിറ്റിയുടെ ലങ് സ്പേസ് ആക്കി സിറ്റി സ്ക്വയർ ആക്കിക്കൂടെ? എന്ത് രസമായിരിക്കും. നല്ല മരങ്ങളുണ്ട്. ആ ക്യാമ്പസ് തന്നെ ഒരു ബ്യൂട്ടിഫുൾ പാർക്കിംഗ് സ്പേസ് ആവശ്യം പോലെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യം ചിന്തിക്കണം. നമുക്ക് അങ്ങനെ ചിന്തിക്കേണ്ട കാലമായി. അപ്പോൾ ആരാണ്ടോ പറഞ്ഞ് ഇവിടുന്ന് സൂ അങ്ങ് മാറ്റിക്കൂടെ എന്ന് ചോദിച്ചു. മ്യൂസിയം സൂ ഒരിക്കലും മാറ്റരുത്. ബിക്കോസ് സിറ്റിക്കകത്തുള്ള ഒരു സൂ എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ, അത് കുട്ടികൾക്ക് കാണാനായിട്ട്. നമുക്ക് ട്രിവാൻഡ്രത്തുള്ള ഒരു USP എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തിന് നടുക്കാണ് എയർപോർട്ട്. എവിടെയാണ് നമുക്ക് എയർപോർട്ട് ഇറങ്ങി 10 മിനിറ്റ് കൊണ്ട് വീട്ടിൽ എത്താൻ പറ്റുന്നത്? ലോകത്ത് ഒരിടത്തും പറ്റില്ല. മനസ്സിലായില്ലേ? ഏത് രാജ്യത്തായാലും, ഇവൻ കേരളത്തിൽ പോലും നമ്മൾ കാണുന്ന കൊച്ചി ആയാലും ശരി, കോഴിക്കോടായാലും ശരി, കണ്ണൂരായാലും ശരി, ഒരു എയർപോർട്ടിന് ഇറങ്ങി കഴിഞ്ഞാൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ വേണ്ടി വരും നമ്മൾ ഒരു സ്ഥലത്ത് എത്താനായിട്ട്, അറ്റ്ലീസ്റ്റ് ടു റീച്ച് ഹോം. തിരുവനന്തപുരത്ത് ഒരു ഫോറിൻ ടൂർ കഴിഞ്ഞോ അല്ലെങ്കിൽ നമ്മൾ ഡൊമസ്റ്റിക് ട്രിപ്പ് കഴിഞ്ഞാലും ഒരു 15-20 മിനിറ്റ്സിനകത്ത് വീട്ടിൽ എത്തിയിരിക്കും അറ്റ് എനി കോസ്റ്റ്. എത്ര ട്രാഫിക് ഉണ്ടെങ്കിലും നമുക്ക് വീട്ടിൽ എത്താൻ പറ്റും. അപ്പം നമ്മുടെ USP എന്ന് പറയുന്നത് ഈസ് ദാറ്റ് ദ എയർപോർട്ട് ഈസ് ഇൻ ദ ഹാർട്ട് ഓഫ് ദ സിറ്റി. വി ഹാവ് എ മ്യൂസിയം ഇൻ ദ ഹാർട്ട് ഓഫ് ദ സിറ്റി. വി ഹാവ് ഗോട്ട് എ സൂ ഇൻ ദ ഹാർട്ട് ഓഫ് ദ സിറ്റി. അപ്പോൾ ഈ ഫീച്ചേഴ്സൊക്കെ നമുക്ക് സിറ്റിയുടെ ഒരു USP ആണ്. ബട്ട് ചില കാര്യങ്ങൾ നമുക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു സെൻട്രൽ ജയിൽ ആരും വിസിറ്റ് ചെയ്യുന്നൊന്നും ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് മെൻറ്റ് ഫോർ പബ്ലിക്. ഇറ്റ് ഈസ് മെൻറ്റ് ഫോർ പീപ്പിൾ ഹു ആർ ഓൾറെഡി കൺവിക്റ്റഡ്. അപ്പോൾ കൺവിക്ഷൻ കഴിഞ്ഞ ആൾക്കാർക്ക് എന്തിനാണ് നമുക്ക് ഇത്രയും ലക്ഷറി ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സ്പേസ് ആയിട്ടുള്ള ഒരു പൂജപ്പുര സെൻട്രൽ ജയിലിൻ്റെ ആവശ്യമുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. അവരത് മാറ്റി കുറച്ചുകൂടെ നമുക്ക് ദൂരെയുള്ള സ്ഥലത്ത് അവരെ മാറ്റാൻ പറ്റും. ഈ ജയിലിൻ്റെ ഈ പൂജപ്പുര ജയിലെന്ന് പറയുന്നത് ഒരു ഹെറിറ്റേജ് പ്രിസനാണ്. അതേപോലെ നിലനിർത്തി അതിനെ ഒരു ബ്യൂട്ടിഫുൾ സ്പേസ് ആക്കി ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും പല രാജ്യത്ത് നമ്മൾ പോകുമ്പം കാണാറുണ്ട്. സോ അതുപോലെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും ആ ക്യാമ്പസ് തന്നെ ഒരു ലങ് ഓഫ് ദ സിറ്റിയായി മാറണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഒരു ആഗ്രഹമാണ്. ഇത് നടക്കുന്ന കാര്യമൊന്നുമല്ല, പക്ഷേ ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനമാണ്. സർ, അതുപോലെ തന്നെ സ്റ്റേറ്റ് ക്യാപിറ്റൽ റീജിയൻ എന്നൊരാശയം അത് നിങ്ങൾ മുന്നോട്ട് വെച്ച തനതായ ഒരു ആശയമായിരുന്നു. എന്തായിരുന്നു അതുകൊണ്ട് ഉദ്ദേശിച്ചത്? എന്തായിരുന്നു അതിൻ്റെ കൺസെപ്റ്റ്? സ്റ്റേറ്റ് ക്യാപിറ്റൽ റീജിയനിൽ വരാനുള്ള കാരണം, ഞാൻ എപ്പോഴും ഡൽഹി പോകുമ്പോൾ എപ്പോഴും എല്ലാവരും പറയും NCR നാഷണൽ ക്യാപിറ്റൽ റീജിയൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു നാഷണൽ ക്യാപിറ്റൽ റീജിയൻ എന്ന് പറയുന്നത് ഡൽഹി, ഗുർഗോൺ, ഗുരുഗ്രാം, ഇറ്റ് ഈസ് കമ്മിങ് അണ്ടർ ഹരിയാന. ഇപ്പോൾ സൈഡ് നോയിഡ, ആക്ച്വലി ഇറ്റ് ഈസ് പാർട്ട് ഓഫ് UP. 2 സ്റ്റേറ്റിൻ്റെ സ്ഥലം കൂടെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇവർ NCR എന്ന് പറയുന്നത്. അതിങ്ങനെ മനസ്സിൽ കിടക്കുമായിരുന്നു. അപ്പം നമ്മൾ ഈ തലസ്ഥാന നഗരം വികസിപ്പിക്കാനായിട്ടുള്ള ചിന്ത വന്നപ്പം ഞാൻ പറഞ്ഞു നമുക്കിത് മാറ്റി പിടിച്ചാലോ, നമുക്ക് സ്റ്റേറ്റ് ക്യാപിറ്റൽ റീജിയൻ ആക്കിക്കൂടെ. അങ്ങനെയാണ് SCR എന്ന് പറഞ്ഞുകൊണ്ട് ചിന്തിച്ചത്. കാരണം നമ്മുടെ റോഡൊക്കെ നന്നായി കണക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുമ്പം ഇവിടുന്ന് കൊല്ലം എത്താൻ 1 മണിക്കൂറേ ഉള്ളൂ, അല്ലെങ്കിൽ പത്തനംതിട്ട എത്താനായിട്ട് 1.5 മണിക്കൂറേ ഉള്ളൂ. തൊട്ടടുത്ത് കന്യാകുമാരി ഈസ് ഓൺലി ഹാർഡ്ലി ഹാഫ് ആൻ അവർ, തിരുനെൽവേലി 1 മണിക്കൂർ, തൂത്തുക്കുടി 1 അവർ. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുക, അന്യസംസ്ഥാനമാണ്, അത് വേറെ കാര്യം. എന്നാലും അന്യസംസ്ഥാനവും നമ്മൾ തൊട്ടടുത്തുള്ള ഡിസ്ട്രിക്ട്സാണ് കൊല്ലവും പത്തനംതിട്ടയും. ഈ 2 ജില്ലയും കൂടെ ചേർത്ത് തിരുവനന്തപുരം ചേർത്ത് ഇതെല്ലാം കൂടെ ചേർത്ത് പിടിക്കുമ്പോൾ ഒരു സ്റ്റേറ്റ് ക്യാപിറ്റൽ റീജിയൻ ആയിട്ട് നമുക്ക് ചിന്തിച്ചൂടെ എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ വിചാരിച്ച് നമ്മൾ ആദ്യമേ പറഞ്ഞങ്ങ് തുടങ്ങാം. ഇത് പറഞ്ഞു തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു സ്റ്റേറ്റ് ക്യാപിറ്റൽ റീജിയന് വേണ്ടി ചിന്തിക്കാൻ തുടങ്ങും. കാരണം ഇന്ന് നമുക്ക് ട്രിവാൻഡ്രം എയർപോർട്ടിൽ കിട്ടുന്ന പാസഞ്ചർ ലോഡ് വരുന്ന മൊത്തം സ്റ്റേറ്റ് ക്യാപിറ്റൽ റീജിയനാണ്. തിരുവനന്തപുരത്തിന് പാസഞ്ചേഴ്സ്, കൊല്ലം, പത്തനംതിട്ട, കന്യാകുമാരി, തിരുനെൽവേലി, തൂത്തുക്കുടി, ഇതൊക്കെയാണ് പാസഞ്ചേഴ്സ് വരുന്നത്. സോ അതാണ് ക്യാച്ച്മെൻറ്റ് ഏരിയ. തിരുവനന്തപുരത്തിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത് ഈ ഡിസ്ട്രിക്ട്സാണ്. ലുലു മോളിൽ വന്ന ക്രൗഡ് എവിടുന്നാണ് വന്നത്? ലുലു മോളിൽ വരുന്ന ആൾക്കാരെല്ലാം ഇവിടുന്നാണ്. ഇപ്പോൾ ലുലു മോളിൽ ഇപ്പം 6 കോടി ആൾക്കാർ വിസിറ്റ് ചെയ്യുമെന്ന് പറയുന്നു. നമുക്ക് ആ കണക്ക് വ്യക്തമായിട്ടുള്ള കണക്കുണ്ട്. എന്ന് പറഞ്ഞാൽ 50 ലക്ഷം പേര് ഒരു മാസം, ഏകദേശം 1-1.5 ലക്ഷം പേര് പെർ ഡേ. അപ്പോൾ ആ ആൾക്കാർ ട്രിവാൻഡ്രം സിറ്റിയിലുള്ളവരല്ലല്ലോ പോകുന്നത്, ബാക്കി പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ വിസിറ്റ് ചെയ്യണം. അത് ക്യാച്ച്മെൻറ്റ് ഏരിയനാണ് വരുന്നത്. പിന്നെ വേറൊരു കാര്യം നമ്മൾ നോക്കുമ്പം നമ്മളിപ്പോൾ എയർപോർട്ട് വികസിക്കണമെന്ന് നമ്മൾ പറയുന്നു. എയർപോർട്ട് വികസിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിവിടെ മൈഗ്രേഷൻ ഓഫ് പാസഞ്ചേഴ്സ് ടു കൊച്ചി നിൽക്കുകയുള്ളൂ. കൊച്ചിയിലേക്ക് പോകണ്ടെന്നല്ല പറയുന്നത്. കാരണം ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടുന്ന് ട്രെയിൻ കയറിയോ ബസ്സോ കാറോ ഒക്കെ പിടിച്ച് വേണം കൊച്ചി പോകാൻ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇത് പറ്റി, നമുക്ക് എയർപോർട്ട് താഴോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് 40-50% ആൾക്കാർ മൈഗ്രേഷൻ ആയിരുന്നു.
കൊച്ചിൻ എയർപോർട്ടിൽ ഇപ്പം അവർ പറയുന്ന ഇത്രയും പാസഞ്ചേഴ്സ് ട്രാവൽ ചെയ്തു, ഇൻ്റർനാഷണൽ പാസഞ്ചേഴ്സ് ഇത്രയും ഡൊമസ്റ്റിക് പാസഞ്ചേഴ്സ് ട്രാവൽ ചെയ്യുമെന്ന് പറയുമ്പം ഇതിൽ മേജർ കോൺട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് വരുടെ പാസഞ്ചേഴ്സാണ് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കന്യാകുമാരി, തിരുനെൽവേലി ഡിസ്ട്രിക്റ്റിലുള്ള പാസഞ്ചേഴ്സാണ് കൊച്ചി പോയിട്ട് ട്രാവൽ ചെയ്യുന്നത്. ഈ പാസഞ്ചേഴ്സ് ഇവിടെ കണക്ടിവിറ്റി ഉണ്ടായത് ഇവിടെ നിന്ന് പോയേനെ. അതുകൊണ്ടാണ് നമ്മൾ കണക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമം നടത്തിയ ശേഷമാണ് 5000 പേര് ട്രാവൽ ചെയ്യുന്നിടത്തിന് ഇപ്പോൾ 16,000 പേര് ട്രാവൽ ചെയ്യും. 16,000 പീപ്പിൾ ആർ ട്രാവലിംഗ്. ഇത് ഇനി 20,000 ആവും. ഫ്ലൈറ്റ്സിൻ്റെ കണക്ടിവിറ്റി കൂടും. കാരണം ഇപ്പം എയർക്രാഫ്റ്റ് കുറവാണ്. എയർ ഇന്ത്യ എക്സ്പ്രസ് പറയുന്നത് എയർക്രാഫ്റ്റ് കുറവാണ്. ഇൻഡിഗോയ്ക്ക് എയർക്രാഫ്റ്റ് കുറവ്. അടുത്ത വർഷം മുതൽ എയർക്രാഫ്റ്റിൻ്റെ പുതിയ എയർക്രാഫ്റ്റ് വരുന്ന സമയമായി. അപ്പോഴത്തേക്കും ട്രിവാൻഡ്രം എയർപോർട്ടിന് കണക്ടിവിറ്റി കൂടും. സോ ബൈ ടൈം when connectivity increases, the migration traffic, air traffic migration will come down drastically, which means നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരുവനന്തപുരത്താണ് ഫ്ലൈ ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി വരും. ഇപ്പോഴും നമുക്ക് ഉള്ള പ്രോബ്ലം അതാണ്. വേറൊരു കാര്യം നമ്മൾ ശ്രമിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ ഇരിക്കുന്ന ജില്ലയിലുള്ള ആൾക്കാരെല്ലാം കൊച്ചി പോയിട്ടാണ് വിസ സ്റ്റാമ്പിങ്ങിന് പോകുന്നത്. VFX, യു നോ ദാറ്റ്. അവിടെയാണല്ലോ സ്റ്റാമ്പിങ് ഉള്ളത്. പണ്ട് തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. കാര്യം എന്തിനാണ് നമ്മൾ കൊച്ചി പോകേണ്ടത്? അത്രയും ആൾക്കാർ അവിടെ ട്രാവൽ ചെയ്യേണ്ട കാര്യമില്ല. ഈ സിറ്റി ഷുഡ് ബി, നമ്മുടെ സിറ്റി എന്ന് പറയുന്നത് ഏത് സർവീസും കൊടുക്കാൻ പറ്റുന്ന സിറ്റിയായി മാറണം. വിസ കൊടുക്കാനുള്ള സിറ്റി ആയിരിക്കണം. ട്രാവലിനുള്ള എല്ലാ രീതിയിലും ട്രാവൽ ചെയ്യാൻ പറ്റുന്ന സിറ്റി ആയിരിക്കണം. വെദർ ഇസ് റെയിൽ ട്രാവൽ, വെദർ ഇസ് ബസ് ട്രാവൽ, ഓർ വെദർ ഇസ് ഗോയിങ് ടു ബി റോഡ് ട്രാവൽ ഓർ ഫ്ലൈറ്റ് ട്രാവൽ, ഇതെല്ലാം ഈ സിറ്റിക്കകത്ത് തന്നെ പോകണം. നമ്മൾ ഇവിടെ ഒരു ഫെസിലിറ്റി ഇല്ലാത്തതിൻ്റെ ഒരു കുറവുണ്ട്. നമുക്ക് കൊച്ചിയിലോ കോഴിക്കോടോ പോകേണ്ട കാര്യമില്ല. ആ ഫെസിലിറ്റി ഞാൻ പറഞ്ഞപ്പോൾ ഞാനിത് പറയുമ്പോൾ തിരുവനന്തപുരത്തിന് വേണ്ടി പറയുമ്പം ഇതേ ഫെസിലിറ്റി കോഴിക്കോടും വേണം. ഞാൻ പറയുന്നത് അതാണ്. തിരുവനന്തപുരത്ത് മാത്രം ഞാൻ ട്രിവാൻഡ്രത്തിന് വേണ്ടി വാദിക്കുന്നതുകൊണ്ട് ട്രിവാൻഡ്രത്തിന് വേണ്ടി പറയാം. കൊച്ചിയിൽ വേണ്ടാന്നല്ല പറയുന്നത്. പക്ഷേ കൊച്ചിയിൽ വരുന്ന അവർക്ക് കൊച്ചിയിലിരിക്കട്ടെ. തലസ്ഥാന നഗരം എന്ന് പറയുന്ന ഒരു ക്യാപിറ്റൽ സിറ്റിയാണ്. നമ്മൾ തലസ്ഥാന നഗരം നമ്മൾ തല പോലെയാണ്. തല ഉണ്ടെങ്കിലേ വാലുള്ളൂ. അപ്പോൾ തലസ്ഥാനം വികസിച്ചാൽ, തലസ്ഥാനത്തിൻ്റെ ഗ്രോത്ത് വന്നാൽ, നല്ല രീതിയിൽ തലസ്ഥാനം വിജയിച്ചാൽ കേരളം മൊത്തം വിജയിക്കും. അതാണ് എൻ്റെ മെയിൻ കോൺസെപ്റ്റ്. നമ്മൾ ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ പറയും വികസിത് ഭാരത്, അവർ പറയും വികസിത് കേരള. അതിൻ്റെ വികസിത് കേരളയിൽ വെച്ച് നിർത്തരുത്. ഇറ്റ് ഷുഡ് ബി വികസിത് ട്രിവാൻഡ്രം. അപ്പോൾ നമ്മൾ വികസിത് ട്രിവാൻഡ്രം വന്നാൽ വികസിത് കേരള വരും, വികസിത് കേരള വന്നാൽ വികസിത് ഭാരത് വരും. സർ, അതുപോലെ ഇപ്പോൾ ചോദിച്ചതിനനുബന്ധമായിട്ട് ചോദിക്കട്ടെ. ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ വികസനത്തെക്കുറിച്ച് പറയുന്നു, കൊച്ചിയെക്കുറിച്ച് പറയുന്നു, കോഴിക്കോടിനെ പറ്റി പറയുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തെ പറ്റി സംസാരിക്കുമ്പോൾ ഞങ്ങൾ കോഴിക്കോടുകാർ ഇവിടെ ഉണ്ടേ എന്നൊക്കെ പറയുന്ന കമൻസുകൾ നമ്മൾ കേൾക്കാറുണ്ട്. അതുകൊണ്ട് അറിയാൻ ആഗ്രഹമുണ്ട്, ഒരു സ്ഥലത്തിൻ്റെ വികസനം എന്ന് പറയുമ്പോൾ മറ്റൊന്നുമായിട്ട് എക്സിസ്റ്റ് ചെയ്ത് പോവുകയാണോ വേണ്ടത്, അല്ലെങ്കിൽ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ആവശ്യമുണ്ടോ? എങ്ങനെയാണിത്? ഇല്ല, എക്സിസ്റ്റ് ചെയ്ത് തന്നെ പോകണം. നമ്മൾ കൊച്ചിയിലുള്ള അവിടെ ഇരിക്കുന്ന ആൾക്കാർ നമ്മുടെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സാണ്. അവർക്ക് ദി ആർ ലക്കി ബിക്കോസ് അന്ന് കെ കരുണാകരൻ CM ആയിരിക്കുന്ന സമയത്ത് അതേ ഒരു എയർപോർട്ടിനെ പറ്റി ചിന്തിച്ചു കൊണ്ടുവന്നു. വലിയ കാര്യം. കാര്യം ഒരു കാലത്ത് കേരളത്തിന് അങ്ങേയറ്റം മുതലുള്ള ആൾക്കാർ തിരുവനന്തപുരത്ത് വന്ന് വേണം ഫ്ലൈറ്റ് പിടിക്കാൻ. ഈസ് വെരി ക്രിമിനൽ, മനസ്സിലായി? എന്ത് ബുദ്ധിമുട്ടാണ് ആലോചിച്ചത്. അപ്പോൾ അങ്ങനെ ഇരുന്ന് കൊച്ചി വന്നു, കോഴിക്കോട് വന്നു, ഇപ്പോൾ കണ്ണൂർ വന്നു. നല്ല കാര്യം. ചെറിയ സംസ്ഥാനമായുള്ള കേരളത്തിൽ 4 എയർപോർട്ട്, നല്ല കാര്യം. അപ്പോൾ എക്സിസ്റ്റ് ചെയ്യണം. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ സാധനം, എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന തെറ്റാണ്. ഞാൻ കൊച്ചിയിലൊരു സാധനം ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ. ഞാൻ ചോദിച്ചത് എന്താണ്, ഹൈക്കോടതി അവിടെ ഇരിക്കട്ടെ. തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് തരൂ. നമുക്ക് ബെഞ്ച് ഉണ്ടായിരുന്നല്ലോ. തിരുവനന്തപുരത്ത് ഒരു കാലം വരെ ബെഞ്ച് ഉണ്ടായിരുന്ന സ്ഥലമാണ്, ഡിവിഷണൽ ബെഞ്ചാണ്. ആ ബെഞ്ചിന് മാത്രമേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. ആ ബെഞ്ച് നമ്മൾ ചോദിക്കുമ്പം അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ, അപ്പോഴാണ് ഈ മത്സര ബുദ്ധി നമുക്ക് തോന്നുന്നത്. അത് അങ്ങനെ ഒരു മത്സരം വേണ്ട. ഇപ്പം ചെന്നൈയിലുള്ള ആൾക്കാർ മധുരൈ ബെഞ്ച് വേണ്ടാന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. ചെന്നൈ ഹൈക്കോർട്ടുണ്ട്, ബട്ട് ബെഞ്ച് ഇരിക്കുന്നത് മധുരയിലാണ്. അതുപോലെ എല്ലാ സ്റ്റേറ്റിലും ഇതുപോലെ ഹൈക്കോർട്ട് ബെഞ്ചുണ്ട്. തിരുവനന്തപുരത്ത് ഹൈക്കോർട്ട് ബെഞ്ച് വേണം. പിന്നെ മത്സരബുദ്ധി വരുന്ന എവിടെയെന്ന് അറിയാം. നമ്മളെല്ലാവരും കൂടെ മത്സരിച്ചാൽ ആർക്ക് എയിംസ് കിട്ടും നോക്കാം. കാരണം നമ്മുടെ എക്കോസിസ്റ്റം ഏറ്റവും കൂടുതൽ റിസർച്ച് ക്ലസ്റ്ററുള്ള സിറ്റിയാണ് ട്രിവാൻഡ്രം. എല്ലാ റിസർച്ച്, യു ടേക്ക് സി ചിത്ര മെഡിക്കൽ സെൻറ്റർ, RCC, രാജീവ് ഗാന്ധി ബയോടെക്നോളജി സെൻറ്റർ, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ അതുപോലെ ഫെസിലിറ്റീസ്, അങ്ങനെ ഓൾ റിസർച്ച്, ഈവൻ ഐസർ, ഓൾ ദീസ് തിങ്സ്. അപ്പോൾ റിസർച്ച് സെൻറ്റർ ഏറ്റവും കൂടുതലുള്ള തിരുവനന്തപുരത്താണ്. നമുക്കൊരു എയിംസ് ഇവിടെ വേണമെന്ന് പറയാനുള്ള കാരണം, നോട്ട് ദാറ്റ് വി ഡോണ്ട് ഹാവ്, ബാക്കി ഈ ഫെസിലിറ്റീസ് എല്ലാം ഇവിടെ ഉണ്ട്. പക്ഷേ ഒരു എയിംസ് വരുമ്പം
ആ തൊട്ടടുത്ത സംസ്ഥാനത്തും അവർ നേട്ടം ഉണ്ടാവും. അപ്പോൾ എയിംസിനെ നമ്മൾ കൊണ്ടുപോയി ഇപ്പോൾ ഒരു കാട്ടാക്കട ആ ഏരിയയിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഇറ്റ്സ് അക്രോസ് തൊട്ടടുത്ത് തമിഴ്നാടാണ്. ആ സ്റ്റേറ്റിനും ബെനിഫിറ്റ് കിട്ടുന്നു, ഈ സ്റ്റേറ്റിനും ബെനിഫിറ്റ് കിട്ടുന്നു. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ എയിംസ് നമ്മൾ ചോദിക്കാനുള്ള കാരണം ഇറ്റ്സ് എ പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ കോഴിക്കോടുകാർ IIM എടുത്തു, നമുക്ക് പരാതിയില്ലല്ലോ. പിന്നെ കോഴിക്കോട് പാലക്കാട്ട് IIT പോയി, ഓക്കെ, വി നെവർ ഹാഡ് എനി കംപ്ലയിൻറ്റ്. ലെറ്റ് ദം ഹാവ് ഇറ്റ്, വി ആർ നോട്ട് അഗെയിൻസ്റ്റ് ദാറ്റ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ചില കാര്യങ്ങൾ ക്യാപിറ്റൽ സിറ്റി ഇരിക്കേണ്ട കാര്യം ക്യാപിറ്റൽ സിറ്റി തന്നെ ആയിരിക്കണം. അത് എയിംസ് പോലെ ഒരു സാധനം എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. അതിൽ ആരും സംശയമില്ല. സർ, അതുപോലെ നമ്മൾ ഈ വികസനത്തെ പറ്റി പറയുമ്പോൾ എപ്പോഴും തിരുവനന്തപുരത്തിന് ഒരു ചീത്ത പേര് പോലെ കേട്ടിട്ടുള്ളത്, ഒന്ന് മഴ പെയ്താൽ നമ്മൾ കുറേ ഭാഗങ്ങൾ വെള്ളത്തിലേക്ക് പോകുന്നു. അപ്പോൾ അതെങ്ങനെയാണ്, അതെവിടെയാണ് നമുക്ക് പാകപ്പിഴ പറ്റിയത്? ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുക? തിരുവനന്തപുരത്ത് ഒരു കാലത്ത് ഇസ് എ ക്ലീനർ സിറ്റി, അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ള സിറ്റിയാണ്. ഒരു മഴ പെയ്താൽ എല്ലാ അഴുക്കും പോയി കടലിലോട്ട് പോകുന്ന സിറ്റിയാണ്. അന്ന് ഫ്ലഡിങ് ഒന്നുമില്ല. ഇത് ഏത് സമയം? രാജഭരണകാലം. അന്ന് ഈ ഫ്ലഡിനെ പറ്റി കൂടുതൽ സ്റ്റഡി ചെയ്തിട്ടുള്ള ആളാണ് സർ CP രാമസ്വാമി അയ്യർ, ദിവാനായിരുന്നു അദ്ദേഹം. അന്ന് ഞാൻ ഈ പേപ്പർ കണ്ടപ്പോഴാണ് G.G. തോംസൺ ഓപ്പറേഷൻ ആനന്ദ എന്ന് ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്ന് സിറ്റിയുടെ ഫ്ലഡിങ് നിർത്താനായിട്ട് കൊണ്ടുവന്നപ്പം അദ്ദേഹം കുറേ പേപ്പേഴ്സ് ആർക്കൈവ്സിനെടുത്തു. ആ പേപ്പറിൻ്റെ കോപ്പി എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഫ്ലഡ് മിറ്റിഗേഷൻ പ്രോഗ്രാം ഫോർ ട്രിവാൻഡ്രം എന്നാണ് ആ പേപ്പറിൻ്റെ ഇത്. സർ CP രാമസ്വാമി അയ്യരുടെ പേപ്പറാണ് അത്. ആ പർട്ടിക്കുലർ പ്രോജക്റ്റ് റിപ്പോർട്ട് കൊടുത്തത് ഒരു ഫെർഗൂസൺ എന്ന് പറഞ്ഞ എഞ്ചിനീയറാണ്, ബോംബെയിൽ നിന്ന്. ആ ഫെർഗൂസൺ എഞ്ചിനീയറിൻ്റെ അകത്ത് എങ്ങനെയാണ് ട്രിവാൻഡ്രം സിറ്റി ഫ്ലഡ് വരാതിരിക്കാനും ഏതിലെ കൂടെയാണ് വാട്ടർ ഡ്രെയിൻ ഔട്ട് ചെയ്യണമെന്നും ഹൗ തിങ്സ് ഷുഡ് ബി മാനേജ് എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു ഫുട് പ്രിൻ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് ടോട്ടലി കവേർഡ്, എവറിത്തിങ് ഇസ് ദയർ. അപ്പോൾ G.G. തോംസൺ ചെയ്ത വേറെ ഒന്നുമില്ല. അദ്ദേഹം ഈ പേപ്പർ എടുത്തു. അദ്ദേഹത്തിനൊരു കോൾ ഇതുപോലെ അദ്ദേഹം പറയാറുണ്ട്. ഒരു മഴ സമയത്ത് കോൾ വന്നു, ഒരാളുടെ ഡിസ്ട്രസ് കോള് കിട്ടിയ ശേഷമാണ് അദ്ദേഹം ഇതിനെ ഇഗ്നൈറ്റ് ചെയ്യുന്നതും ഇതിലോട്ട് പുറന്നോട്ട് പോയി നോക്കാൻ പോയി. സോ ഈ സ്റ്റാർട്ടഡ് ലുക്കിംഗ് ഇൻ ടു ഇറ്റ്, ദെൻ ഈ സ്റ്റാർട്ടഡ് സ്റ്റഡിയിങ് ഇറ്റ്. സ്റ്റഡി ചെയ്യാൻ മെറ്റീരിയൽ വേണം. അങ്ങനെ ആർക്കൈവ്സിന് എടുത്ത പേപ്പേഴ്സൊക്കെ വെച്ചിട്ട് കംപ്ലീറ്റ് ഡീസിൽറ്റ് ചെയ്തു ഓട. നമ്മൾ പാർവതി പുത്തനാറ് മുതൽ നമ്മൾ ഇരിക്കുന്ന ചെങ്കൽച്ചുളയിൽ അവിടെ നിന്ന് പോകുന്ന ഓട വരെ ക്ലീൻ ചെയ്ത് ഓടയുടെ പുറത്ത് കെട്ടിയിരിക്കുന്ന ഇടിച്ച് കളയുക, പാലങ്ങൾ കെട്ടുക, ഇതൊക്കെ ഓൾ ദീസ് തിങ് ക്ലിയർ ചെയ്ത് വന്നപ്പം, നല്ല രീതിയിൽ പുള്ളി ക്ലിയർ ചെയ്ത് വന്നപ്പം കാണാം സിറ്റിയുടെ ഫ്ലഡിങ് അങ്ങ് പോയി. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അദ്ദേഹം ചീഫ് സെക്രട്ടറിയുടെ കാലം കഴിഞ്ഞിട്ട് ഏകദേശം 7-8 വർഷമായി. 7-8 വർഷത്തിൻ്റെ അകത്ത് 3-4 വർഷം ഫ്ലഡിങ്ങേ ഇല്ല. കാര്യം ദ വാട്ടർ വാസ് ഫ്ലോയിങ് ബ്യൂട്ടിഫുള്ളി. നമ്മൾ സമയാസമയത്തിന് ഡീസിൽറ്റ് ചെയ്യത്തില്ല. പിന്നെ ആൾക്കാർ ഓടയുടെ പുറത്ത് വെച്ച് കെട്ടുക, അൺഓതറൈസ് ആയിട്ടാണ് കൂടുതൽ കെട്ടൽ വരുന്നത്, മനസ്സിലല്ലേ. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ഡംപിങ് ഗ്രൗണ്ടായി. ഏത് സാധനം വന്നാൽ ഡംപ് ചെയ്യുക ഓടയ്ക്കകത്ത്. അന്ന് നമ്മൾ കണ്ടതാണ്, അന്ന് റെയിൽവേയുടെ അടിയിൽ കൂടെ പോയപ്പം കണ്ട ബ്ലോക്ക്, ഒരാൾ മരിക്കുകയൊക്കെ ചെയ്തു. ദി സിറ്റി ക്യാൻ ബി ക്ലീൻ. ഇപ്പം ഈ സിറ്റി ക്ലീനിങ് എന്ന് പറഞ്ഞ സാധനം മഴ സമയം അടുപ്പിച്ചല്ല ക്ലീൻ ചെയ്യേണ്ടത്. വി ഷുഡ് ഹാവ് എ കൺസിസ്റ്റൻറ്റ് ക്ലീനിങ് പ്രോസസ് ടു മേക്ക് ഷുവർ ദാറ്റ് ഈ വാട്ടർ ഈസ് ഫ്ലോയിങ്. നമ്മൾ ചാക്ക കനാൽ കാണാം, പാർവതി പുത്തനാർ, യു സോ ദാറ്റ്. ഇതൊക്കെ ഡ്രഡ്ജ് ചെയ്യേണ്ട കാലങ്ങൾ കഴിഞ്ഞു. ഇപ്പം ഡ്രഡ്ജ് ചെയ്തപ്പോഴാണ് അറിയുന്നത് ഡെപ്ത് ഉണ്ട്, എല്ലാം ഉണ്ട്. സോ ദ ഫണ്ടമെൻ്റൽ തിങ് ഈസ് ഫ്ലഡ് മിറ്റിഗേഷൻ പ്രോഗ്രാം ഷുഡ് ബി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ ഗവൺമെൻറ്. ഇപ്പോൾ ഏത് ഗവൺമെൻറ് വന്നാലും ഫ്ലഡ് മിറ്റിഗേഷൻ, ഇപ്പം ഓപ്പറേഷൻ ആനന്ദ വന്നു, ഫേസ് 1 കഴിഞ്ഞു, 2ാം ഫേസ് തുടങ്ങിയില്ല. ഇതെല്ലാവർക്കും ഉള്ള പ്രോബ്ലം എന്നറിയാം. ഈ പ്രോജക്റ്റ് ചെയ്താൽ ഇതിൻ്റെ ക്രെഡിറ്റ് G.G. തോംസന് പോകും. സോ പീപ്പിൾ ഹാവ് എ പ്രോബ്ലം. സോ ദേ ഡോണ്ട് വാണ്ട് ടു കോൾ ദാറ്റ് പ്രോജക്റ്റ് ആസ് എ പ്രോജക്റ്റ്. ബട്ട് ഐ സ്റ്റിൽ ബിലീവ് ദാറ്റ് ഇതിൻ്റെ അകത്ത് നമുക്ക് മത്സര ബുദ്ധിയൊന്നും വേണ്ട. നമുക്കൊരു ഫ്ലഡ് മിറ്റിഗേഷൻ, ഇപ്പോൾ തമ്പാനൂരിലെ ഫ്ലഡ് വെള്ളപ്പൊക്കം നമ്മൾ കണ്ടു, ഇപ്പോഴും അത് മാറ്റാൻ പറ്റും. പഴവങ്ങാടി, ഓൾ ദീസ് തിങ്, ബിക്കോസ് വാട്ടറിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ആ വാട്ടർ കനാലുണ്ട്. The canal is able to accommodate that. Unfortunately, these canals are not dredged. അതിൻ്റെ ഡ്രഡ്ജിങ് ഇല്ല, അതിൻ്റെ മാലിന്യങ്ങൾ മാറ്റുന്നില്ല, ആൾക്കാർ ഡംപ് ചെയ്യുന്നു, അതിനകത്ത് ആക്ഷൻ വരുന്നില്ല. വി സ്റ്റിൽ ടോക്ക്, നമ്മൾ എന്നും ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും.
സോ ഇനി നമുക്ക് ഒരല്പം വഴിമാറി സഞ്ചരിക്കാം. അതായത് കണ്ണെഴുതി പൊട്ടും തൊട്ട് അനന്തഭദ്രം തുടങ്ങിയ എൻ്റെ ഫേവറേറ്റ് മൂവീസിൻ്റെ പ്രൊഡ്യൂസറോടാണ് ചോദ്യം. ഈ തിരുവനന്തപുരവും സിനിമയും അതെങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു, അതിൻ്റെ ഒരു ചെറിയൊരു ഞാൻ ആക്ച്വലി എൻ്റെ കൂടെ കോ പ്രൊഡ്യൂസേഴ്സ് വേറെ ഉണ്ട്. ഞാൻ അതിൽ ഇൻവോൾവ് ആയിരുന്നു എന്നുള്ള സത്യമാണ്. ആക്ച്വലി ഫിലിം ഇൻഡസ്ട്രി കണ്ടുപഠിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. മൈക്രോ മാനേജ്മെൻറ്റ്, മാക്രോ മാനേജ്മെൻ്റ് ഒക്കെ പഠിക്കണമെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഈ സിനിമ ഇൻഡസ്ട്രിയുടെ കാര്യം പറയുമ്പോൾ എനിക്കുള്ള സങ്കടം എന്താണെന്ന് പറഞ്ഞാൽ, തിരുവനന്തപുരം ഒരു സിനിമ ഹബ്ബായിരുന്നു. കേരളത്തിലെ മലയാളം സിനിമയുടെ ഹബ്ബ് തിരുവനന്തപുരം ആയിരിക്കാനുള്ള കാലത്ത് ശ്രീ സത്യൻ, മധു സാറ്, പ്രേം നസീർ സാറ് ഒക്കെ ട്രിവാൻഡ്രത്തായിരുന്നു. ഈ ഇൻഡസ്ട്രി മൊത്തം ട്രിവാൻഡ്രത്ത്. അന്ന് സ്റ്റുഡിയോ, മേരിലാൻഡ് സ്റ്റുഡിയോ മുതൽ ഉമാ സ്റ്റുഡിയോ മുതൽ എല്ലാ സ്റ്റുഡിയോസും ഇവിടെ ആയിരുന്നു. ആൻഡ് എവറി മൂവി വാസ് ഷോട്ട് ഹിയർ. ഐ എം നോട്ട് സെയിങ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ഹിയർ ക്യാൻ ബി ഷോട്ട് എനി പാർട്ട് ഓഫ് കേരള, ബട്ട് ഹബ്ബ് ഇവിടെ, ആൾക്കാർ ഇവിടെ താമസിക്കുന്നത്. അങ്ങനെ ചിത്രാഞ്ജലി സ്റ്റുഡിയോ ഇവിടെ വരാനുള്ള കാരണം, ചിത്രാഞ്ജലി സ്റ്റുഡിയോ വന്നു. സോ വി സ്റ്റാർട്ടഡ് ഡൂയിങ് ദ സ്റ്റുഡിയോ. പ്രൊഡക്ഷൻസൊക്കെ ഇവിടെ ആക്കി. പക്ഷെ നമ്മൾ ടെക്നോളജി ഒരിക്കലും ക്യാച്ചപ്പ് ചെയ്തില്ല. ഈ സമയം കൊണ്ട് നമ്മൾ പല ആർട്ടിസ്റ്റും ഇവിടുന്ന് മൂവ് ചെയ്ത് തുടങ്ങി. ശ്രീ മോഹൻലാൽ വെൻ്റ് അവേ, he went to Chennai, from Chennai he went to Cochin. അതുപോലെ പല, ഇപ്പം ശ്രീ പൃഥ്വിരാജ് ഈസ് ഓൾസോ ഫ്രം ട്രിവാൻഡ്രം. സോ ഹി ഓൾസോ ഫോൺ കൺവീനിയൻസ് വൈസ് സിനിമ ആക്ടിവിറ്റി കൂടുതൽ നടക്കുന്ന കൊച്ചിയിലാണ്. ബിക്കോസ് നമ്മുടെ സിനിമയുടെ എക്കോ സിസ്റ്റം നമ്മൾ നിലനിർത്തിയില്ല. ഇപ്പോഴും സിനിമ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർ പറയും തിരുവനന്തപുരത്ത് ഷൂട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ചീപ്പ്, എക്കണോമിക്കലി ബെറ്റർ, ഇൻ ഓൾ സെൻസ്. അപ്പോൾ ഇപ്പം ഞങ്ങൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോ ആയിട്ട് ചേർന്ന് ശ്രീ മധു, ഇപ്പം ചെയർമാൻ ശ്രീ മധു, നേരത്തെ ശ്രീ ഷാജി അൻകരൻ, അതുമായിട്ട് ചേർന്നിട്ട് ഒരു 100 crores പ്രോജക്റ്റ് ഗവൺമെൻറ് ചിത്രാഞ്ജലി സ്റ്റുഡിയോയ്ക്ക് അലോട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ ഒരു ഫിലിം സിറ്റിയാക്കി മാറ്റാനും പുതിയ പുതിയ ടെക്നോളജി യൂസ് ചെയ്യാനും, ഡബിങ് സ്റ്റുഡിയോ, അത് റെക്കോർഡിംഗ് സ്റ്റുഡിയോ, എഡിറ്റിംഗ് സ്റ്റുഡിയോ എല്ലാം. അപ്പോൾ അതിനുള്ള വർക്ക് ഇപ്പോൾ നല്ല രീതിയിൽ സിവിൽ വർക്കൊക്കെ തീർന്നു. ഇനി വരുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇനി ടെക്നോളജി, ലേറ്റസ്റ്റ് ടെക്നോളജി കയറിയാൽ മാത്രമേ ആൾക്കാർ ഇങ്ങോട്ട് വരുള്ളൂ. സോ വി ആർ ട്രൈങ് അവർ ബെസ്റ്റ് ടു മേക്ക് ഷുവർ ദാറ്റ് നമ്മൾ നന്നായി കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ട്രാൻഡം ഫിലിം ഫ്രെറ്റർണിറ്റി ഉണ്ട്. നമ്മളെ ശ്രീ പങ്കജ് സേനൻ, നമ്മളെ സുരേഷ് മേനക പ്രൊഡ്യൂസർ, കല്ലൂർ ശശി, രാകേഷ്, all these people are working very hard to make sure that we will be able to bring back cinema back to Trivandrum. അപ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു പറഞ്ഞാൽ വി ആർ ട്രൈങ് ടു മേക്ക് ഷുവർ ദാറ്റ് ഈ ചിത്രാഞ്ജലി സ്റ്റുഡിയോ വൺസ് കംപ്ലീറ്റഡ്, slowly the cinema industry will get relocated to Trivandrum. That's our wish and we are trying for that. എനിക്ക് നല്ല വിശ്വാസം ഉണ്ടാകും നടക്കുന്നുള്ളതാണ്. സോ വി ആർ ട്രൈങ് ടു സീ, ബിക്കോസ് വേറെ ഒന്നും ഉണ്ടല്ല, കൊച്ചിയിലിരിക്കട്ടെ, ബട്ട് ട്രിവാൻഡ്രം യൂസ് ടു ബി ദ ഹബ് ഓഫ് സിനിമ ഇൻഡസ്ട്രി. Amma was registered here. The Amma Association started in Trivandrum, registered here. Then it went away to Cochin. Because slowly what happened is that ചില സ്ഥലത്ത് ഇപ്പം ഇവിടെ സിറ്റി, ഇപ്പം ട്രിവാൻഡ്രം സിറ്റീന് ആൾക്കാർ പറയുന്നത് എന്താണ്, ദിസ് ഇസ് സിറ്റി ഫോർ സീരിയൽസ്. എല്ലാ സീരിയൽ ഷൂട്ടിങ്സും ട്രിവാൻഡ്രത്താണ്. സർ, ഇപ്പോൾ സിനിമയെക്കുറിച്ച് തിരുവനന്തപുരത്തെ പറ്റി പറയുമ്പോൾ പണ്ട് പ്രിയദർശൻ, മോഹൻലാൽ, എം ജി ശ്രീകുമാർ അവരുടെയൊക്കെ ഒരു കൂട്ടുകെട്ടിൻ്റെ നൊസ്റ്റാൾജിയ ഷെയർ ചെയ്തുകൊണ്ടാണ് പറയുക. അതും കൂടി സാറിന് ഓർമ്മയുണ്ടാവില്ലേ? സി ദറ്റ് ടൈം നമ്മളിപ്പോൾ ആ പീരീഡ് ഉണ്ട്. ഐ എം ടോക്കിംഗ് അബൌട്ട് ദി 70s. ഇവരെല്ലാം വെരി വൊറേഷ്യസ് റീഡർ. പ്രിയദർശൻ യൂസ് ടു ബി റീഡിങ് ലോട്ട് ഓഫ് തിങ്. ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് നോവൽസ് വായിക്കുന്ന ആളാണ്. ഹെറോൾഡ് റോബിൻസ്, ജെയിംസ് ഹാർഡ്ലി ചേസ്. കാര്യം പ്രിയൻസ് ഫാദർ അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റി ലൈബ്രറിയനായിരുന്നു. So Priyan is in the midst of books. Whereas Mohanlal, I've heard about him, he acts in model school. ഞാൻ അതൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഈസ് വൺ പേഴ്സൺ യു സഡൻലി വാച്ച് യു വിൽ നോട്ട് ഫൊഗെറ്റ്. അപ്പോൾ നമ്മുടെ കൂടെ യൂണിവേഴ്സിറ്റി കോളേജ് പഠിച്ചിട്ട്, ബട്ട് ഹി കംസ് ടു കോഫി ഹൗസ്. പിന്നെ ഞാൻ അതേമായിട്ട് പലപ്പോഴും ഞാൻ മുടങ്ങുമ്പോൾ ഐ ഗോ ടു മൈ കസിൻസ് പ്ലേസ്. സോ ഹി ട്രാവൽസ് ഇൻ ദ സെയിം ബസ്. ഒരു ഡെനിൻ ജാക്കറ്റൊക്കെ വെച്ചായിരിക്കും പുള്ളി ട്രാവൽ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ്സ് വാട്ട് വി സീ ആൻഡ് വി ഓൾ നോ. ഇങ്ങനെ കോഫി ഹൗസ് ആയിരുന്നു ഇതിൻ്റെ മെയിൻ ഏരിയ. ആൻഡ് ക്രോസ്വേഡ് പസിൽ ഇങ്ങനെയൊക്കെ വരുന്നു. സോ വൈ ദിസ് തിങ് ഞാൻ പറയാനുള്ള കാരണം, ഈ ഇരിക്കുന്ന നമ്മൾ ഇന്ന് കാണുന്ന ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ ഫ്രണ്ട്സിൻ്റെ ക്ലോസ്നെസ് ഇന്നില്ലാത്ത റീസൺ എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല. ഞങ്ങൾക്ക് കമ്പ്യൂട്ടർ ഇല്ല, മൊബൈൽ ഫോണില്ല, മനസ്സിലായില്ലേ? വി ഡോണ്ട് ഹാവ് എനിത്തിങ്, നോ FM റേഡിയോ, നത്തിങ്. മീഡിയം വേവ്, ഷോർട്ട് വേവ്, 2 വേവ്സേ ഉള്ളൂ. പിന്നെ വല്ല ലൈവ് ആയിട്ടുള്ള ബാൻഡോ ഗാനമേളയോ ഒക്കെ കാണാം. പിന്നെ
അന്ന് നമുക്കുണ്ടായിരുന്ന ബ്രിട്ടീഷ് ലൈബ്രറി. വി ഗോ ടു ദ ബ്രിട്ടീഷ് ലൈബ്രറി ആൻഡ് ഡു സംതിങ്. ജോലി കിട്ടാനായിട്ട് നമ്മൾ തപ്പുമ്പോൾ എംപ്ലോയ്മെൻറ്റ് ന്യൂസ് കിട്ടും, അത് വായിച്ച് നോക്കും. പിന്നെ മോസ്റ്റ് ഓഫ് ദ ടൈം ദി റിക്രിയേഷൻ ഈസ് വാട്ട്, റോഡ് വഴി വായി നോക്കി നടക്കുക. ഒന്ന്. സെക്കൻഡ്, നീ തിയേറ്ററിൽ പോയി സിനിമ കാണുക, പൈസ ഉണ്ടെങ്കിൽ. പൈസ ഒപ്പിക്കുന്ന കാര്യം പാട്. പിന്നെ ഫ്ലവർ ഷോ. ട്രിവാൻഡ്രത്ത് പല പല ആക്ടിവിറ്റീസ് ഉണ്ട് ആ കാലത്ത്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഫ്ലവർ ഷോ, പേജൻറ്റ് ഒക്കെ വന്ന് ഇങ്ങനെയുള്ള ഓരോ കാര്യത്തിലും നമ്മൾ ഇൻവോൾവ് ആവും. സോ ഇറ്റ് വാസ് മോർ ദാറ്റ് വി ആർ വെരി ക്ലോസ്. അപ്പോൾ ആ ക്ലോസ്നെസ്, അന്നത്തെ ക്ലോസ്നെസ് നമ്മൾ ആരെന്താവുന്ന ആർക്കും അറിഞ്ഞൂടാ. വി ഓൾ നൺ ഓഫ് us know what we are going to be. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലവരും IAS ഓഫീസേഴ്സായി, കുറേ IPS ഓഫീസേഴ്സായി, കുറേ ഒരു ബ്യൂറോക്രാറ്റ്സായി, കോളേജ് ലെക്ചറേഴ്സായി, സിനിമ ആർട്ടിസ്റ്റായി, ഓൾ ദിസ് തിങ്. പക്ഷേ വാട്ട് ഐ എം സെയിങ് ഇസ് വൈ വി ആർ ക്ലോസ് സ്റ്റിൽ ടുഡേ, ബിക്കോസ് അന്നത്തെ റിലേഷൻഷിപ്പ് വാസ് എ ജെന്യുവൻ റിലേഷൻഷിപ്പ്, ഒരു ഇൻറ്റൻഷണൽ റിലേഷൻഷിപ്പ് അല്ല. അപ്പോൾ ഇൻറ്റൻഷണൽ റിലേഷൻഷിപ്പ് അല്ലാത്തതുകൊണ്ട് ഇന്ന് എവിടെ വെച്ച് കണ്ടാലും പഴയ കഥയെ പറയാറുള്ളൂ. വെൻ പ്രിയൻ വാസ് ഇൻ ടൗൺ, വി ടോക്ക് അബൌട്ട് ദ ഓൾഡ് ഡേയ്സ്. ഈസ് സ്റ്റിൽ എ ഗുഡ് ഫ്രണ്ട്. 2 ദിവസം മുമ്പ് ഹി ഹാഡ് എ ഫോൾ, സോ വി ടോക്ക് ടു ഈച്ച് അതർ. സോ അങ്ങനെ അവർക്ക് എല്ലാവർക്കും ഇപ്പോഴും നമ്മൾ സംസാരിക്കുമ്പം ദിയർ മെമ്മറീസ് ഗോ ഡൗൺ ട്രാൻഡം മെമ്മറി ലൈൻ. അത് അവർക്ക് മറക്കാനേ പറ്റില്ല. വെദർ ഇസ് മോഹൻലാൽ or whether it's പ്രിയദർശൻ or anybody for that matter, any film actor from this place, വേണു നാഗവള്ളി ആയാലും ശരി, ബാലചന്ദ്ര മേനോൻ ആയാലും ശരി, ട്രിവാൻഡ്രം ഈസ് ദി ബഡ്ഡിങ് പ്ലേസ് ഫോർ ദം ടു ബിക്കം എൻ ആർട്ടിസ്റ്റ്. അപ്പോൾ സാറിന് തോന്നുന്നുണ്ടോ തിരുവനന്തപുരത്തേക്ക് സിനിമ തിരിച്ചു വരികയാണെങ്കിൽ മോഹൻലാൽ ഉൾപ്പെടെയുള്ള മനുഷ്യർക്ക് സന്തോഷമായിരിക്കും? 100% സന്തോഷമായിരിക്കും. ഐ എക്സ്പെക്ട് ദം ടു കം ബാക്ക് ആൻഡ് സ്റ്റേ ഹിയർ. വേർ ദർ ഇസ് നോ ഡൗട്ട്. ബിക്കോസ് അൾട്ടിമേറ്റ്ലി എന്താണ്, ഞങ്ങളെല്ലാം പ്രായമാവുകയാണ്. ഈ പ്രായമാകുമ്പോൾ എന്ത് പറ്റുമെന്നറിയാം. ഇപ്പോൾ ഇന്ന് മധു സാറ് പ്രായമായിരിക്കുക, ഈസ് 90 years old. ഇന്ന് മധു സാറിന് ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യം വിളിച്ചാൽ ഓടിച്ചെല്ലാനായിട്ട് തിരുവനന്തപുരത്ത് എത്ര പേരുണ്ടെന്നറിയാം. ബിക്കോസ് ഈസ് ഫ്രം ട്രിവാൻഡ്രം. വെൻ യു ഇൻ അനദർ സിറ്റി, ഇപ്പോൾ മധു സാറ് ചെന്നൈയിലായിരുന്നെങ്കിൽ ഹൗ മെനി പീപ്പിൾ ഗോ ദർ? ദ ഫിലിം ഫ്രറ്റേണിറ്റി ഈസ് എ ബിഗ് ഗ്രൂപ്പ് ഇൻ ട്രിവാൻഡ്രം വേർ വി വിൽ ബി അവൈലബിൾ ഫോർ എവറി ഫിലിം പേഴ്സണൽ, whether rich or poor, known or unknown, the film fraternity is there for you. So this film fraternity will be the main reason for whether Mohanlal or whether Priyadarshan to come back to Trivandrum. കാരണം നാളെ വയസ്സാകുമ്പം, ഇപ്പോൾ അവർക്ക് 60 വയസ്സേ ഉള്ളൂ, or maybe 70. But when they become 80, in Cochin or maybe in other cities, they may not be known. ഇവിടെ കൂടെ പഠിച്ചവർ ഏറ്റവും കൂടുതലുള്ള തിരുവനന്തപുരത്താണ്. They have to come back here, and so that we are here together, we all live together and we die together. അത് സംശയമൊന്നുമില്ല. ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള രഘു സാർ എന്ന വ്യക്തിയോട് ചോദിക്കട്ടെ, കുറേ യാത്ര ചെയ്യുന്നതിന് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഈ സ്ഥലത്ത് സെറ്റിൽ ചെയ്താൽ കൊള്ളാം എന്ന് തോന്നിയിട്ടുണ്ടോ മറ്റൊരു രാജ്യത്ത്? ഇല്ല. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു രാജ്യം, ഞാൻ ജനിച്ച് വളർന്ന മലേഷ്യയാണ്. പിന്നെ ഞാൻ കണ്ട് വളർന്ന സിംഗപ്പൂരാണ്. പിന്നെ നമ്മളിപ്പം ട്രാവൽ ചെയ്ത് എപ്പോഴും ഫ്രീക്വൻ്റായിട്ട് പോകുന്ന സ്ഥലം ദുബായാണ്. ഇവിടെയുള്ള കേരളത്തിലുള്ള എല്ലാവരും പോകുന്നത് ദുബായാണ്. ബിക്കോസ് ഇറ്റ് ഈസ് one of the most modern city. And I can say that it's a glorified Kerala. ഇത് ദുബായ്. കാണുന്നവരെല്ലാം മലയാളീസ്, നമ്മൾ സംസാരിക്കുന്ന മലയാളി, കടയിൽ പോയാലും മലയാളം എല്ലാം ഉണ്ട്. ബട്ട് വാട്ട് വാസ് സെറ്റ് ആൻഡ് ഡൺ, എവിടെയോ ഒരു നമ്മളെ ഹോൾഡിങ് ബാക്ക് ഉണ്ട്. നമുക്ക് ഒരു 7 ദിവസം 10 ദിവസമൊക്കെ കഴിയുമ്പോൾ തിരിച്ചു പോയാൽ കൊള്ളാനുണ്ട്. ഇറ്റ് ഈസ് നോട്ട് മേക്കിംഗ് യു സ്റ്റേ ബാക്ക്, ദറ്റ് യു വാണ്ട് ടു സ്റ്റേ ബാക്ക്, ബിക്കോസ് ആ സിറ്റിയിൽ യു ആർ ആൻ അൺനോൺ പേഴ്സൺ. നമ്മളവിടെ ചെല്ലുന്നു, എത്ര പണക്കാരനായാലും ശരി, നിങ്ങൾ ഒക്കെ ആയാലും, യു ആർ എൻ അൺനോൺ പേഴ്സൺ ഇൻ ദ സിറ്റി. സച്ച് എ ബിഗ് സിറ്റി വിത്ത് വേൾഡിലുള്ള എല്ലാ പോപ്പുലേഷനുള്ള ആൾക്കാരും അവിടെ വന്ന് താമസിക്കുകയാണ്. സോ യു ആർ ഇൻ വൺ ഓഫ് ദി ഫ്യൂ പീപ്പിൾ സ്റ്റേയിങ് ദർ. തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കേരളത്തിൽ അങ്ങനെയല്ല. നമ്മളിവിടെ തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ദർ ബി പീപ്പിൾ ടു കോൾ ഓൺ യു, അറ്റ്ലീസ്റ്റ് ടു ലുക്ക് അറ്റ് യു. മനസ്സിലായില്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇറ്റ് ഈസ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ദാറ്റ് എൻ്റെ മദർ നാട്ടിൽ പോയി പഠിക്കണമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു, അമ്മയ്ക്ക് എന്തിൻ്റെ കുറവ്, അമ്മയ്ക്ക് വല്ല കാര്യമുണ്ട്. എനിക്ക് പുറത്ത് ബാക്കി എൻ്റെ കൂടെ പഠിച്ച സ്കൂൾ മേറ്റ്സ് പോലെ ബാക്കി രാജ്യത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അന്ന് എൻ്റെ ഫാദർ എൻ്റെ മദറിൻ്റെ ഒരു ഡ്രീം, അല്ലെങ്കിൽ മദറിൻ്റെ വിഷ് എന്ന് പറയാം, ഡ്രീം അല്ല വിഷ്, ദാറ്റ് ഐ ഷുഡ് ഗോ ബാക്ക് ടു ഇന്ത്യ. അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നത്, ഞാനിപ്പം ഇന്ത്യയിൽ പോയാലും എൻ്റെ മലേഷ്യൻ ഫ്രണ്ട്സ് എല്ലാം പുറത്ത് പോകുമ്പം ഒന്നിൽ കല്യാണം കഴിച്ച് വരുന്ന മദാമ്മമാർ, ചൈനീസ്, മലേസ്. അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, നാട്ടിൽ പോയാൽ അറ്റ്ലീസ്റ്റ് യു വിൽ മാരി ഇൻ ഇന്ത്യൻ എന്നാണ് അമ്മയുടെ കോൺസെപ്റ്റ്. ബട്ട് മോർ ദൻ ദാറ്റ് ഇറ്റ് വാസ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ദാറ്റ് അമ്മയുടെ ആ വിഷ് എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ഒബ്ലൈജ് ചെയ്തിട്ട് കേരളത്തിൽ തന്നെ വരാമെന്നുള്ള തീരുമാനം എടുത്തത്.
അല്ലെങ്കിൽ ഞാൻ അന്ന് ബാംഗ്ലൂരോ മദ്രാസോ ഒക്കെ പോയിരുന്നു, ഇതൊന്നും വരില്ല. കേരളത്തിൽ തന്നെ വരാണ്. അത് തിരുവനന്തപുരത്ത് തന്നെ പഠിക്കാനുള്ള സാധ്യത കിട്ടി. തുമ്പയിലെ സെൻറ്റ് സേവിയേഴ്സ് കോളേജ്, യൂണിവേഴ്സിറ്റി കോളേജ്, പ്രസ് ക്ലബ്, ലോ അക്കാഡമി ഒക്കെ നമ്മളിങ്ങനെ പഠിക്കാൻ വന്നപ്പം I still believe that the decision was right. I have no regrets. I think, the best part of my life is to feel that I'm wanted in this place. ഈ wanted feeling ഒരിക്കലും മലേഷ്യ കിട്ടില്ല, അത് തിരുവനന്തപുരത്തേ കിട്ടുള്ളൂ. സന്തോഷമേ ഉള്ളൂ. എങ്കിൽ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി ചോദിക്കട്ടെ, തിരുവനന്തപുരം എന്ന ഇമോഷനെ എങ്ങനെയാണ് ക്യാരി ചെയ്യുന്നത്? ഈ പാഷൻ ഇമോഷൻ കണ്ടിന്യൂ ചെയ്യും. ബിക്കോസ് തിരുവനന്തപുരത്ത് ഇപ്പം ഞാൻ തിരുവനന്തപുരം എന്ന് പറയുമ്പം വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എല്ലാവരും പറയും, ഇപ്പം ഞാൻ അത് വികസിപ്പിക്കാൻ പോയാൽ പലരും എൻ്റെ അടുത്ത് പറയും ആ വേർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം എന്താ പറയുക, പൊതുവേ ഈ ട്രാൻഡം എന്ന് പറഞ്ഞാൽ TVM ആണ്. ഓക്കെ, ഞാൻ ഈ പറയുന്ന കാര്യം തെറ്റിദ്ധരിക്കരുത്. നമ്മൾ കൊച്ചിയിലോ മലബാറിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ വരും, എവിടെ നിന്നാണ് വന്നത്? തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് T എന്ന് പറഞ്ഞാൽ തട്ടിപ്പ്, V എന്ന് പറഞ്ഞാൽ വെട്ടിപ്പ്, M ഞാൻ പറയും, നിങ്ങൾ ഊഹിച്ചാൽ മതി എന്താണെന്ന്. അപ്പം ഇതാണ് ട്രിവാൻഡ്രത്തിനെ പറ്റി. എനിക്കിത് കേൾക്കും ഭയങ്കര സങ്കടം. അവർ പറയും നിങ്ങളുടെ പത്മനാഭസ്വാമി കിടക്കുക, കാല് വലിച്ചിട്ട് ഇങ്ങനെ കിടക്കുക, അദ്ദേഹത്തിന് പോലും നിൽക്കാൻ പേടിയാണ്, കാരണം കാല് വലിച്ചു കളയും. ദിസ് ഈസ് വാട്ട് പീപ്പിൾ യൂസ് ടു ടെൽ us ആൻഡ് യു ഫീൽ സോ സാഡ്. നമ്മൾ താമസിക്കുന്ന സിറ്റിയെ പറ്റി, നമ്മൾ താമസിക്കുന്ന പ്രദേശത്തിനെ പറ്റി ആൾക്കാർ പറയുന്ന ഇതാണ്. പക്ഷേ ആൾക്കാർ മനസ്സിലാക്കാതെ തിരുവനന്തപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഇത്രയും വിശാല മനസ്സുള്ളതുകൊണ്ടാണ് കേരളത്തിലുള്ള എല്ലാ ആൾക്കാരും തിരുവനന്തപുരത്ത് വന്നാൽ സെറ്റിൽ ചെയ്തിട്ടുള്ളൂ. ഈ റിയലായിട്ട് തിരുവനന്തപുരക്കാർ ആരാ ഉള്ളത്? യു ടെൽ മീ. റിയലായിട്ടുള്ള ട്രിവാൻഡ്രത്തുള്ള ആൾക്കാരില്ല. കാര്യം റിയലായിട്ട് ട്രിവാൻഡ്രത്തുള്ള ആൾക്കാരെല്ലാം കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണ്. തിരുവനന്തപുരത്ത് ഇപ്പോൾ താമസിക്കുന്ന എല്ലാവരും നമ്മൾ ചോദിച്ചാൽ എവിടെ വീട്? കോട്ടയം അല്ലെങ്കിൽ കോഴിക്കോട്. അവർ ഏതോ ജനറേഷൻ മുമ്പ് ഇവിടെ വന്നു താമസം തുടങ്ങി. ചീത്തപ്പേര് വരുമ്പോൾ തിരുവനന്തപുരംകാരനെന്ന് പറയും. തിരുവനന്തപുരംകാരൻ്റെ അകത്ത് ഇരിക്കുന്ന ബ്ലെൻഡ് കാണുമ്പം മൊത്തം തിരുവനന്തപുരത്തുള്ളവരല്ല, ചീത്തപ്പേര് മൊത്തം തിരുവനന്തപുരത്തുള്ളവർക്കാണ്. സോ ഐ തിങ്ക് ഇറ്റ് ഈസ് ദാറ്റ് വിച്ച് ഈസ് റിയലി ബോദറിങ് മീ. അപ്പോൾ ആ പാഷൻ ആണ് എനിക്ക് ഇത് മാറ്റിയെടുക്കണം. തിരുവനന്തപുരം ഈസ് നോട്ട് എ ബാഡ് പ്ലേസ്. ട്രിവാൻഡ്രം ഈസ് എ ഗുഡ് പ്ലേസ്. ഇറ്റ് ഈസ് എ പ്ലേസ്, എ സിറ്റി. വി ഹാവ് ഗോട്ട്, ഞങ്ങൾ ലാർജ് ഹാർട്ടഡ് പീപ്പിളാണ്. തിരുവനന്തപുരത്ത് ലാർജ് ഹാർട്ടഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ ഇങ്ങോട്ട് വന്ന് താമസിച്ചതും. നിങ്ങളെ പോലെയുള്ള ആൾക്കാർ നമുക്ക് നിങ്ങളുടെ കൂടെ കൂടാൻ പറ്റി, നമ്മളെല്ലാം ഒരു കുടുംബമായിട്ട് അങ്ങ് കഴിയാൻ പറ്റിയത് തിരുവനന്തപുരത്തുള്ള ആൾക്കാരുടെ മനസ്സുകൊണ്ടാണ്. ബിക്കോസ് ചിലവർ പറയും വരുത്തവരാണെന്ന് പറയും, തിരുവനന്തപുരത്ത് കൂടുതലും വരുത്തവരാണ്. ഐ ഡോണ്ട് ബിലീവ് ദാറ്റ്. ആദ്യം വന്നവർ വരുത്തവരായിരിക്കും, പിന്നെ ജനിച്ച് വളർന്ന കുട്ടികളാണ് ഇവിടെ ഉള്ളത്. സോ അങ്ങനെ തിരുവനന്തപുരം എന്ന് പറഞ്ഞ സാധനം ഐ വിൽ സേ ഇസ് എ മെട്രോപൊളിറ്റൻ സിറ്റി. കോസ്മോപൊളിറ്റൻ ആൻഡ് മെട്രോപൊളിറ്റൻ. മെട്രോപൊളിറ്റൻ സിറ്റി എൻ്റെ ആഗ്രഹമാണ്. കാര്യം ട്രിവാൻഡ്രം ഈസ് നൗ റൈറ്റ് ടൈം ടു ബിക്കം എ മെട്രോപൊളിറ്റൻ സിറ്റി. 10 ലക്ഷം കൂടുതൽ പോപ്പുലേഷനായി. ബാക്കി 2-3 പഞ്ചായത്തും കോർപ്പറേഷനും കൂടെ ചേർത്താൽ മെട്രോപൊളിറ്റൻ സ്റ്റാറ്റസ് തരാനുള്ള സമയമായി. ഇറ്റ്സ് ഹൈ ടൈം ആൻഡ് വി ആർ കോസ്മോപൊളിറ്റൻ. പണ്ട് തിരുവനന്തപുരത്ത് ഇറങ്ങി നടക്കുമ്പം പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും തന്നെ ബുദ്ധിമുട്ടുണ്ട്. പെൺകുട്ടികൾ പ്രത്യേകിച്ച് 7 മണിക്ക് ശേഷം ഇറങ്ങത്തില്ല. ആൾക്കാർ ഭയങ്കര നാരോ മൈൻഡഡ് എന്ന് പറയും. ഇവിടെയുള്ള ആൾക്കാരെല്ലാം ഇടുങ്ങിയ മനസ്സുകാരാണ്. ഇപ്പം തിരുവനന്തപുരത്ത് രാത്രി 10-11 മണിക്ക് ഇറങ്ങി നടന്നാൽ മാനവീയം വീതി പോയി കാണുമ്പോൾ മനസ്സിലാവും തിരുവനന്തപുരം എത്രയോ ബ്രോഡ് മൈൻഡഡായി. തിരുവനന്തപുരം ഇസ് നോട്ട് എ ബ്രോഡ് മൈൻഡഡ് സിറ്റി. ഇറ്റ്സ് എ സിറ്റി വേ എനി ഏജ് ഓഫ് പീപ്പിൾ ക്യാൻ ലീവ്. രാത്രി എത്ര മണിക്ക് വേണം നടക്കാം, എത്ര തട്ടുകടയിൽ പോയി ഫുഡ് കഴിക്കാം, ഒരു തടസ്സവും ഇല്ല, ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകാം. ഓൾ ദീസ് തിങ് ഹാപ്പൻ ബിക്കോസ് നമ്മുടെ ഭാഗത്ത് ഞങ്ങളെ പാടുപെട്ട് ഞങ്ങളെല്ലാവരും വർക്ക് ചെയ്യുന്നു. വി ആർ പാഷനറ്റ് അബൌട്ട് ദ സിറ്റി ആൻഡ് ട്രൈ ടു മേക്ക് ദ സിറ്റി എ കോസ്മോപൊളിറ്റൻ സിറ്റി. അപ്പോൾ ആ പാഷൻ ഇങ്ങനെ മനസ്സിലുണ്ട്. ഈ പാഷൻ കണ്ടിന്യൂ ഞങ്ങളെ കൊണ്ട് ഞങ്ങൾക്കൊരു ലിമിറ്റുണ്ട്. ഈ പാഷൻ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ യൂത്ത് പുറത്ത് വരണം. ഇത് കേട്ടോണ്ടിരിക്കുന്ന ചെറുപ്പക്കാർ, പിള്ളേർ, പ്രായമുള്ള ആൾക്കാരുടെ മനസ്സിലുള്ള മെൻ്റൽ ബ്ലോക്ക് മാറ്റുക. ചെറുപ്പക്കാർ, പിള്ളേർ മാക്സിമം ഇത് പുഷ് ചെയ്യുക. വർക്കിംഗ് ക്ലാസ് മൊത്തം ഫ്രണ്ടിൽ വരിക. എല്ലാവരും കൂടെ ഒരുമിച്ച് വരുമ്പം വി വിൽ ബി ഹാവിങ് ദ മോസ്റ്റ് വൈബ്രൻറ്റ് സിറ്റി ഇൻ ഇന്ത്യ. ആൻഡ് യു വിൽ ഫീൽ ദാറ്റ് നമുക്ക് നോക്കുമ്പോൾ, തിരിഞ്ഞ് നോക്കുമ്പം സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സിറ്റി ടു സ്റ്റേ, ടു റിസൈഡ്, ടു വർക്ക്, ഇറ്റ് ഷുഡ് ബി ട്രിവാൻഡ്രം. എൻ്റെ പാഷനും വിഷനും അതാണ്. സർ, ഈ സംസാരത്തിൽ നിന്ന് എൻ്റെ ടേക്ക് അവേ എന്താ പറഞ്ഞാൽ, ഇപ്പോൾ
പണം, പ്രശസ്തി, അങ്ങനെ എന്ത് ഹൈറാർക്കിക്കും അപ്പുറം വ്യക്തി എന്നുള്ള ഒരു കോറുണ്ടല്ലോ, ഐഡൻറ്റിറ്റി, അതിനെ ഒരു ഇടവുമായി ചേർത്ത് വെച്ച അതിൻ്റെ വികസനത്തിന് ഭയങ്കരമായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയോട് സംസാരിക്കുന്നതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ട്. സാറിൻ്റെ എല്ലാ സ്വപ്നങ്ങളും, നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും മുന്നോട്ട് പോകട്ടെ. ഒരുപാട് സന്തോഷം.